السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله. الذي أنزل آيات بينات كتابا مبينا. الذي أنزل القرآن بلسان عربي مبين لعلهم يتقون ولعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. പാല് ഫ്രീസറിൽ നിന്ന് തട്ടിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പാല് ഫ്രീസറിൽ തട്ടിലോട്ട് വെച്ചു. പാല് ഫ്രീസറിൽ തട്ടിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ കഴിക്കണേ. ഞാൻ കഴി ക്ലാസ് ഉണ്ട് വേണം. أهلا وسهلا ومرحبا بكم إلى فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിനുള്ള പൊഴിയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. അറബി ഭാഷ, അതിന്റെ വ്യാകരണം, അറബി ഭാഷയുടെ വ്യാകരണം പഠിക്കാൻ സന്നദ്ധമായിട്ടാണ് മാഷാ അല്ലാഹ് ഇത്രയും പേരിവിടെ എത്തിയിരിക്കുന്നത്. കുറച്ച് ലേറ്റാകുമെന്ന് പലരും വിചാരിച്ചു. അങ്ങനെയല്ല, നമ്മൾ കുറച്ച് നേരത്തെയാണ് ആവുക. ബിഗിൻ ബിഫോർ യു ബിഗിൻ എന്നാണ് നമ്മുടെ സ്ലോഗൻ. എന്ന് വിചാരിച്ച് എല്ലായ്പ്പോഴും നേരത്തെ തന്നെ എത്തിക്കണമെന്നില്ല. പക്ഷേ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം നേരത്തെ തന്നെ എത്തുക. എല്ലാവരും അടുത്ത പ്രാവശ്യമെങ്കിലും നേരത്തെ എത്തണം. നമുക്ക് കൃത്യസമയത്ത് തുടങ്ങിയാൽ കൃത്യസമയത്ത് അവസാനിപ്പിക്കാം. കൃത്യസമയം ഏതെന്ന് ചോദിച്ചാൽ 3/4 മണിക്കൂറാണ് നമ്മുടെ ക്ലാസ്സിന്റെ സമയം. സാധാരണ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ ജനങ്ങൾക്ക് ശ്രദ്ധിച്ചിരിക്കാൻ കഴിയും എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ ശ്രദ്ധയുണ്ടെങ്കിൽ 1 മണിക്കൂർ വരെയൊക്കെ പോകാൻ കുഴപ്പമില്ല. 1 മണിക്കൂറിന് ശേഷം ആയാൽ അത് അധിക പ്രസംഗമാകും എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും നമ്മൾ സമയം സന്ദർഭമൊക്കെ നോക്കിയിട്ടാണ് 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയാണ് നമ്മുടെ ഒരു സെഷൻ ഉണ്ടാവുക. അള്ളാഹ് സഹായിച്ചെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഈ സമയത്ത് നമുക്ക് കണ്ടുമുട്ടാം. ഇതില് എല്ലാവർക്കും ഗസ്റ്റ് ആയിട്ട് കയറാനുള്ള ഓപ്ഷനാണോ വന്നിരിക്കുന്നത്? ശരി. അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിക്കാത്ത ചിലരെങ്കിലും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് ഞാൻ എന്ന്. അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ ഫതഹു എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉണ്ടല്ലോ, അത് പഠിക്കാത്തവര് ആരെങ്കിലും ഉണ്ടോ? മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കാം. ആരുമില്ല. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിക്കാത്ത ആരുമില്ല. എല്ലാവരും പഠിച്ചവരാണ്.
ഒരു പി ഉണ്ടല്ലോ, പിയുടെ ഫുൾ നെയിം അടിക്കും. നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ പേര് ചോദിക്കും, പേര് കൊടുക്കാൻ പറയും. അതല്ലെങ്കിൽ നിങ്ങളെ മൊബൈലിൽ ആ പേര് സെറ്റ് ചെയ്തിരുന്നാൽ അതോടെ പേര് വരും. ഇവിടെ ഒരു പി ഉണ്ട്, പിയുടെ പേരെന്താണെന്ന് അറിയില്ല. ഓൺലൈൻ ക്ലാസ്സുകളിലൊന്നും പി എന്തായാലും കണ്ടിട്ടില്ല. അബ്ദുസലാം അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിച്ച ആളാണോ? കാണുന്നോണ്ട് ചോദിച്ചത് ആദ്യം. അബ്ദുൽ സലാം അതെ അതെ, ഞാൻ പഠിച്ച ആളാ. ഏത് ബാച്ചിലുണ്ടായിരുന്നു? ഞാനിപ്പോ കറണ്ട് 6th സെമ്മിലാണ്. 6ാമത്തെ സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. ഓക്കെ, മാഷാ അല്ലാഹ്. നിങ്ങളുടെ കറക്റ്റ് ടൈമിൽ ഉള്ള ക്ലാസ് ആണ്. അൽഹംദുലില്ലാ. കുറച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 3ാം സെമസ്റ്ററിൽ ഓൺലൈനിൽ വന്നതാണ്. അല്ല 4ാം സെമസ്റ്ററിലും 5ാം സെമസ്റ്ററിലൊക്കെ നിങ്ങൾ പഠിച്ച. ഉം. ഓക്കെ. ബുഷൈർ ഏത് ഗ്രൂപ്പിലുണ്ട് ബുഷൈർ? അസ്സലാമലൈക്കും. ഇസ്ലാം റഹ്മത്തുള്ളാഹ്. ഞാനിപ്പോ 8th സെമ്മാണ്. 8th പഠിച്ചോണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഓക്കെ. ഓക്കെ. മുഹമ്മദ് യൂസുഫ് ഏത് മുഹമ്മദ് യൂസുഫാണ്? മുഹമ്മദ് യൂസുഫ് UAE ആണോ? സുഹൈബ് ആരാണ്? സുഹൈബ് സ്റ്റുഡന്റ് ഉണ്ട്, ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. ഇസ്ലാം റഹ്മത്തുള്ളാഹ്. ജോയിൻ ചെയ്തേ ഉള്ളൂ. സുഹൈബ്, അതെ, സുഹൈബ് നേരത്തെ അണ്ടർസ്റ്റാൻഡ് ഖുർആനിലുണ്ടോ? ഞാനുണ്ട്, കംപ്ലീറ്റ് ആക്കിയിട്ട് വർഷങ്ങളായിട്ട് ഉണ്ട് അതിനകത്ത്. ഇപ്പൊ ഏത് സെമസ്റ്റർ വരെ പഠിച്ചു? ഇപ്പൊ കുറച്ച് ഗ്യാപ്പ് വന്നു. ഞാൻ ജൂൺ 2023 ഞാൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിരുന്നത്. ഏതിലാണുള്ളത്? ലാസ്റ്റ് ഏത് സെമസ്റ്റർ വരെ പഠിച്ചു? ഞാൻ ബേസിക് ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പ്രിലിമിനറി 1 ഒക്കെ കഴിഞ്ഞായിരുന്നു. അപ്പൊ ഇതിന്റെ ലിങ്ക് എങ്ങനെ കിട്ടി നിങ്ങൾക്ക്? ഞാൻ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്. അതെ, അപ്പൊ നിങ്ങൾ 6ലോ 7ലോ ഉണ്ടെങ്കിലേ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെയിൽ വന്നതാണുള്ളൂ മെസ്സേജ്. 6, 7, 8കാർക്കാണ് അയച്ചിരുന്നത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബേസിക് കഴിഞ്ഞതിന് ശേഷമേ ഈ ഗ്രാമർ പഠിച്ചാൽ മനസ്സിലാവുള്ളൂ. ബേസിക്കിന് ശേഷം ഉള്ള ഗ്രാമറാണ് ഇത്. ശരിക്കും ഓൺലൈനിൽ വരുന്നത് 4ാമത്തെ സെമസ്റ്ററിലാണ് ഈ ഗ്രാമർ വരുന്നത്. അങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടോ? 6ാമത്തെ സെമസ്റ്റർ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ, കാരണം അത് ആ നിലയ്ക്ക് നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ പിടിച്ച് പുറത്താക്കുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ അവിടെ മനസ്സിലാകുന്നതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. ചെറിയ പ്രശ്നമേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പുറത്തു പോകണമെന്ന് ഞാൻ പറയുന്നില്ല. ഉത്സാഹത്തോട് വന്ന ആളെ പുറത്താക്കാൻ ഞാൻ ആളല്ല. കാരണം അള്ളാഹിന്റെ കലാം പഠിക്കാൻ വേണ്ടി വന്ന ഒരാളെ നമ്മൾ തടയാൻ പാടില്ലെന്നാണ്. പക്ഷേ നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കേണ്ടത്, അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ 3ാമത്തെ സെമസ്റ്ററിലാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. പാഠപുസ്തകത്തിൽ നേർക്ക് നേരെ ഈ ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത് 3ാമത്തെ സെമസ്റ്റർ, 3rd ടേം എന്നാണ് പറയുന്നത്. സെമസ്റ്റർ അല്ല, നമ്മൾ ടേം എന്നാണ് ഇനി പറയുക. 3rd ടേമിലാണ് ഇത് വരുന്നത്, അഥവാ ബേസിക് എക്സാമിനേഷനിൽ കൂടെ. അവിടെ ഇന്ന് നമ്മുടെ ബേസിക് എക്സാമിനേഷനിൽ ഇത് ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ബേസിക് എക്സാമിനേഷനിൽ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അടുത്ത പ്രാവശ്യം പഠിക്കാതെ വരണ്ട പരീക്ഷയ്ക്ക്, ബേസിക് എഴുതാത്തവര്. അതേസമയം സിൽവർ മുതലാണ് ഇതെന്ത് ചെയ്യുന്നത്, പരീക്ഷയിൽ ഉൾപ്പെടുത്തും. ഇനി ഭാവിയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ സിലബസ് പരിഷ്കരിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന രീതിയിലായിരിക്കും വരുന്നത്.
ഇതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അറിവ് അല്ലെങ്കിൽ പ്രാക്ടീസ് പഠനത്തിന്റെ കുറവുണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതങ്ങനെ പരീക്ഷയിൽ ഉൾപ്പെടുത്താറ്. 4ാമത്തെ സെമസ്റ്ററിൽ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോഴും വളരെ അയഞ്ഞ രീതിയിലാണ് ഈ വിഷയങ്ങളൊക്കെ ചോദിക്കുന്നത്, കട്ടിയായിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മളെ സിസ്റ്റം തന്നെ എല്ലാം ഭംഗിയായിട്ട് പഠിപ്പിക്കുക, ലളിതമായി പരീക്ഷ നടത്തുക എന്നതാണ്. സുന്നത്ത് അങ്ങനെയാണ്. ഖുർആനിലും ഹദീസിലൊക്കെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രാക്ടിക്കൽ വശം വരുമ്പോൾ ഓരോ മനുഷ്യനും വിട്ടുകൊടുത്തിരിക്കുകയാണ്. അയാൾ പറയാൻ, നീ രോഗിയാണെങ്കിൽ പിന്നീട് നോമ്പ് പിടിച്ചാൽ മതി. രോഗം ഉണ്ടോ ഇല്ലെന്ന് ആരാ വിചാരിക്കേണ്ടത്? അയാൾ സ്വന്തം വിചാരിക്കണം. യാത്രയിലാണെങ്കിൽ പിന്നീട് നോമ്പ് പിടിച്ചാൽ മതി. അല്ലെങ്കിൽ രോഗിയാണെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് നമസ്കരിക്കാം, ജമ്മാക്കി നമസ്കരിക്കാം. യാത്രക്കാരാണെങ്കിൽ ജമ്മാക്കി നമസ്കരിക്കാം. അതൊക്കെ ഇളവുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ബഷിറു വലാ തുനഫിറു എന്ന് പറയും. നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക, വെറുപ്പിക്കരുത് എന്ന് പറയും. ഹദീസിലുള്ളതാണ്. അതേപോലെ യസ്സിറു വലാ തുഅസ്സിറു, ആ ഹദീസിന്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ്, യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പമാക്കുക, പ്രയാസമാക്കുക. എല്ലാം നന്നായി പഠിപ്പിച്ചതിന് ശേഷം എളുപ്പമായി പരീക്ഷ നടത്തുക എന്നതാണ് നമ്മളെ പോളിസി. ഏതെങ്കിലും പരീക്ഷ എളുപ്പമായി തോന്നിയാൽ നിങ്ങൾ വിചാരിക്കരുത് ഈ പഠനം ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയല്ല, നമ്മൾ പഠിപ്പിക്കേണ്ടതെല്ലാം നന്നായി പഠിപ്പിക്കും. പരീക്ഷ ഈ പഠിപ്പിച്ചതെല്ലാം പരീക്ഷിക്കുന്നതല്ല പരീക്ഷ. അങ്ങനെ എല്ലാം പഠിച്ചാലല്ലേ ലളിതമായ ചോദ്യം ഉത്തരം എഴുതാൻ പറ്റും. അതാണ് നമ്മൾ പോളിസി. അപ്പോ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ ഇല്ലാത്ത ആരോ ഒരാൾ പൈസ അടച്ചിട്ടുണ്ടല്ലോ, അതെത്തിയില്ലേ? ചിലർ പൈസ അടച്ച് ഞാൻ കണ്ടായിരുന്നു. ഷബാന കണ്ണൂരാണോ? ഷബാന. കോഴിക്കോട്ടാണ്. അസ്സലാമു അലൈക്കും. ഇസ്ലാം റഹ്മത്തുള്ളാഹി. കോഴിക്കോട് ഷബാന. ഓക്കെ, ശരി. അപ്പൊ ഇതില് ഫൈനൽ പരീക്ഷ കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. മുസൽമാൻ. ആ, ഓക്കെ, കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 2-3 വർഷമൊക്കെയായി. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യുന്നത്? സൂറത്തിലുണ്ട്. ഏതില്? അല്ല, അന്നാമില. ആ ആ ഓക്കെ, എവിടെ സ്ഥലം, താമസം? പട്ടാമ്പി, ഉം. പാലക്കാട് ജില്ല. കാരണം നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും അധ്യാപകരെ, അധ്യാപികമാരെയൊക്കെ വേണം. അതിനാണ് നമ്മളിങ്ങനെ പല പല മാർഗത്തിൽ നിങ്ങളെ പിടിച്ചു വളച്ചിട്ടേക്കുന്നത്. ചുറ്റിക്കെട്ടി കുരുക്കിട്ടിരുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതെങ്കിലും മാർഗത്തിൽ ഇതിലേക്ക് ഇറങ്ങണം, ഫീൽഡിലേക്ക് ഇറങ്ങണം. ജമീലേക്ക് എന്താ പറയും? ഹാൻഡ് റൈസ് ചെയ്താരാ? അസ്സലാമു അലൈക്കും. അലൈഹി ഇസ്ലാം, പറയും. ഞാൻ ഫൈനൽ കഴിഞ്ഞതാണ് ഉസ്താദ്. ഫൈനൽ കഴിഞ്ഞ? എവിടെ സ്ഥലം? നാട്ടില് കാസർഗോഡാണ്. ഇപ്പൊ എവിടെയുണ്ട്? UAE-ലാണ്. ഇപ്പൊ UAE-ലാണ്. കാരണം കാസർഗോഡ് നമ്മൾ കണ്ണൂർ പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. അപ്പൊ പുതിയ കണ്ടിരുന്നു. ഇൻട്രഡക്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ കണ്ണൂരുള്ളവരെ അറിയിക്കുക, നമുക്ക് അവിടെയൊക്കെ അധ്യാപികമാരെ, ഫീൽഡ് അധ്യാപികമാരെ വേണം. അധ്യാപകരെയും അധ്യാപികമാരെയും വേണം. ഒരു സ്ഥലത്ത് തുടങ്ങിയാൽ അവിടെ നിങ്ങളെ നാട്ടുകാരൊരാൾ പഠിപ്പിക്കും എന്ന് പറയാൻ വേണം. അതിനു വേണ്ടിയാണ് നമ്മൾ പല നിലയ്ക്കുമുള്ള ട്രെയിനിങ് നമുക്ക് തരുന്നത്. എല്ലാ നിലയ്ക്കും പഠിച്ചിട്ട് എന്താകണം? കേപ്പബിൾ ആകണം, കഴിവുറ്റവരാകണം, ഈ മാർഗത്തിൽ പണിയെടുക്കണം. ചിലപ്പോൾ നമ്മളെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളോട് സപ്പോർട്ട് ചെയ്യും. അതല്ല, ചിലപ്പോൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിനേക്കാളും എന്താ പറയാ, കൂലി ഇവിടെയും കിട്ടിയെന്ന് വരും. പലർക്കും എന്തായാലും കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാം ഫീസ് വാങ്ങിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കണം എന്ന് നമ്മൾ പറയില്ല. അങ്ങനെ കയ്യിൽ നിന്ന് കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ ഫീൽഡിലേക്ക് ഇറങ്ങി വരാനും ഖുർആൻ പഠിപ്പിക്കുക എന്ന സംഗതി ഒരു എന്ത് ചെയ്യുക, ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി മാത്രം, ജീവിതത്തിന്റെ ഭാഗം മാത്രമല്ല, അതാകണം നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം, അല്ലെങ്കിൽ ഒരു മുഖ്യ ലക്ഷ്യം.
ലക്ഷ്യങ്ങളിൽ ഒരു മുഖ്യ ലക്ഷ്യം നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടാകാം, ജീവിതായോധന മാർഗത്തിന് വേണ്ടി. അതോടൊപ്പം നമ്മൾ പാർട്ടി പ്രവർത്തനം ഉണ്ടാകും, സംഘടനാ പ്രവർത്തനം ഉണ്ടാകും, പല സംഗതികളുണ്ടാകും. പക്ഷെ സംഘടനാ പ്രവർത്തനം മുഖ്യ പണിയാണെങ്കിൽ ഖുർആൻ പഠിപ്പിക്കൽ നടക്കില്ല. എനിക്ക് പ്രാക്ടിക്കലി മനസ്സിലായതാണ്. ഞാൻ എന്താന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും അങ്ങോട്ട് മാർജിൻ ചെയ്യും, സൈഡാക്കി വെച്ചിട്ട് ഈ പണിയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റിയ കുറച്ച് ആൾക്കാരെ നമുക്ക് വേണം. അതിനുവേണ്ടിയാണ് നമ്മൾ പുതിയ പുതിയ കോഴ്സുകൾ തുടങ്ങുന്നത്. ബക്കറ ആയിരുന്നാലും ആലിമ്ര ആയിരുന്നാലും അഞ്ചാമായാലും എന്ത് സംഭവം. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ തീർത്തിട്ട് വേണം നമുക്ക് ഇതുപോലുള്ള ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ, ഇൻഷാ അല്ലാ. അപ്പോ ഇതുവരെ ആരും വന്നില്ല ഈ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിക്കാത്തവർ. സർ ഹസീന ട്രിവാൻഡ്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിക്കാത്ത ആളാ? അല്ല, പഠിച്ചവരാരെന്ന് ചോദിച്ചതുകൊണ്ട് പറഞ്ഞു. ഹസീന. പഠിച്ചവരല്ല, പഠിപ്പിച്ചോണ്ടിരിക്കുന്നത്. ഹസീന മനസ്സിലായി. ജസാഖുല്ലാഹ്. ഇപ്പൊ സംസാരിച്ച ഹസീന ടീച്ചർ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ഒഫീഷ്യൽ ടീച്ചറാണ്. അണ്ടർസ്റ്റാൻഡ് ഖുറാനിന്റെ കെയർ ഓഫിലും അല്ലാതെ കെയർ ഓഫിലും അണ്ടർസ്റ്റാൻഡ് ഖുറാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജീവിതത്തിന്റെ മുഖ്യ സംഭവമായിട്ട് മാറ്റിയിരിക്കുകയാണ്. ബാക്കി പിന്നെ കുടുംബ ഭരണം മാത്രമേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടോ? ബാക്കി ഖുറാൻ പഠിപ്പിക്കലാണ് അല്ലേ? അതെ, കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ തന്നെയാണ് കൂടുതൽ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പൊ എന്താ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഒരു സായുജ്യം തോന്നുന്നുണ്ടോ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. പറയാൻ വാക്കുകളില്ല. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എല്ലാ ഖുറാന്റെ സ്തുതിയും റബ്ബിന്. ഖുറാന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവും. അതെ അതെ, മാഷാ അല്ലാഹ്. തൊഴമുൽ ഈമാൻ എന്ന് പറയും. തൊഴമുൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ റസൂലൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെ, ഈമാന്റെ മാധുര്യം ആസ്വദിക്കുന്നത് പോലെ ഒരു സംഭവം നമുക്കുണ്ടാവും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. അത് നമ്മൾ എത്ര പ്രയാസം ഉണ്ടെങ്കിലും, ചിലപ്പോൾ സ്റ്റുഡൻസ് വന്നില്ലെങ്കിലും, നമ്മൾ എത്ര മെനക്കെട്ട് എത്ര അതുപോലെ സഞ്ചരിച്ചാലും എത്ര പ്രയാസം സഹിച്ചാലും നമുക്ക് ഇപ്പൊ സെം 2 എക്സാം കഴിഞ്ഞു കുട്ടികൾക്ക്. അപ്പൊ അവരുടെ സന്തോഷവും വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അൽഹംദുലില്ലാഹ്. ഒരു സെക്കൻഡ് ഞാനൊരു കോൾ വരുന്നു. അസ്സലാമു അലൈക്കും. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. വൈകി വന്നുകൊണ്ടാണ് ഒന്നും കേൾക്കാൻ പറ്റാത്തത്. ഞാൻ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞായിരുന്നു, ഒരു അർജന്റ് കോൾ വന്നു. കേട്ടോ ഷേഖ്? ഷേഖിന്റെ പേര് ഇടയ്ക്ക് മറന്നു പോകും. കേൾക്കുന്നുണ്ട്. ഇപ്പൊ ശരിയായി. അല്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? അതെ, ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ. ഇവിടെ നിസ്കാരം ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. കുറച്ച് നിസ്കാരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പോസ്റ്റ്പോൺ മാറ്റി ചെയ്യേണ്ടി വെക്കേണ്ടി വരും. വരും. അല്ലെങ്കിൽ വീട്ടിലുള്ളവരോ അത് രണ്ട് സുഹൃത്തുക്കളെ കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? അവിടെ ജമാഅത്തായിട്ട് നിസ്കരിക്കേണ്ടി വരും. ജമാഅത്തായിട്ട് പോകാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇന്ന് സുബൈക്ക് അങ്ങനെ നിസ്കരിച്ച് വീട്ടിലാ നിസ്കരിച്ചു. അല്ല, അതുകൊണ്ടല്ല, നമ്മുടെ ക്ലാസ് വരുന്ന ഒരു സമയം ഉണ്ടാവും. ഈ സമയം നമുക്ക് എല്ലാവരുടെയും നമസ്കാര സമയം അങ്ങോട്ട് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് പരമാവധി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നിയത്തിയതാണ് ഇന്റർനാഷണൽ വരുന്ന എല്ലാവരെയും ഒരുമിച്ച് വരുന്ന ആ ഒരു സമയം ഉണ്ടാവും. അല്ലെങ്കിൽ നമസ്കാരം നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റില്ല, അറിഞ്ഞാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ രണ്ടുപേരെ ജമാഅത്തിൽ പോകാത്ത ആൾക്കാരുണ്ടാവും, അവരെ പിടിച്ചിട്ട് എന്ത് ചെയ്യാം? ജമാഅത്തായിട്ട് നമസ്കരിക്കുക. ഇൻഷാ അല്ലാഹ്. കുഴപ്പമുണ്ടോ? അപ്പൊ അങ്ങനെ ചെയ്തെങ്കിലേ പറ്റൂ. കാരണം നമ്മൾ രാത്രി നമുക്ക് സ്യൂട്ടബിൾ സമയം വരുന്നത്. അല്ലെങ്കിൽ നമ്മളെ ക്ലാസ് വെക്കാം സുബൈക്ക് ശേഷം. സുബൈക്ക് ശേഷം വരുമ്പോൾ നമ്മളെ മിഡിൽ ഈസ്റ്റിന്റെ സുബൈക്ക് ശേഷം നമുക്ക് ക്ലാസ് വെക്കാൻ പറ്റും. അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് പലർക്കും സുബൈന്റെ സമയം അനുചിതമായി തോന്നും, ബുദ്ധിമുട്ടായി തോന്നും.
നമ്മളെ സംബന്ധിച്ചോളം ഈ ഇന്ത്യക്കാർ കുറെ രാത്രി അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകാൻ പറയുന്നത് നമുക്ക് പറ്റിയതല്ല. ശരി, നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ ക്ലാസിന്റെ തുടക്കത്തിലേക്ക് പോവാണ്. ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ നേരത്തെ ചോദിച്ച ആൾക്കാർ ആരെങ്കിലും വന്നോ? അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പഠിക്കാത്ത? അസ്സലാമു അലൈക്കും. അലൈഹി ഇസ്ലാം റഹ്മത്തുള്ള. പറയും. ഉസ്താദ്, ഞാന് മദീന അറബിക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഉസ്താദ് തന്ന സിലബസിലുള്ള കാര്യങ്ങളൊക്കെ അറിയാം. മുമ്പ് പഠിച്ചതാണ്. ഞാനൊരു ആ റിവിഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ മദീന അറബിക്ക് മാത്രമാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്, അതെ അതെ അതെ. വേറെ അഫ്ദൽ ഉലമ, BA അറബിക്ക് ഇതൊന്നും ചെയ്തിട്ടില്ല? ഇല്ല ഇല്ല അണ്ടർസ്റ്റാൻഡ് ഖുറാനും പഠിച്ചിട്ടില്ല? ഇല്ല. ആ, ഓക്കെ. മദീന അറബിക്ക് ഓക്കെയാണ്. ആ, പാർട്ട് മദീന 3. അറബിക്ക് ചെയ്തിട്ടുണ്ട്. പാർട്ട് 3 ഉസ്താദ് ആ സിലബസിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്. മുമ്പ് അല്ല, പഠിച്ചതാണ്. മദീന അറബിക്കിലെ പാർട്ട് 3 പാർട്ട് 3 എത്തിയിട്ടില്ല. രണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അതെ അതെ. പാർട്ട് 2 പരീക്ഷ എഴുതിയാണ്. ഇല്ല, പരീക്ഷ ഒന്നും എഴുതിയിട്ടില്ല. ഓൺലൈനിൽ പരീക്ഷ പഠിച്ചതാണ്. അവർക്ക് പരീക്ഷയില്ല ഓൺലൈൻകാർക്ക്? ഇല്ല ഇല്ല, ഞാൻ ഒരു ക്ലാസ് ഉണ്ടായത് ഞാനിങ്ങനെ ഓൺലൈനിൽ അങ്ങനെ പഠിച്ചതേ ഉള്ളൂ. ഞാനായിട്ട് ഓൺലൈനിലെ പഠിച്ചതേ. വീഡിയോ കണ്ടിട്ട് പഠിച്ചതാണ്. അതെ അതെ. നമുക്ക് മദീന അറബിക് കോഴ്സും പരീക്ഷയും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ 3 സെമസ്റ്റർ വരെ 3 പാർട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3 പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് രണ്ടാമത്തെ ബാച്ചിന്റെ മൂന്നാമത്തെ ബാച്ച് നടന്നിട്ടിരിക്കുകയാണ്. ഓക്കെ. ഏതായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാകുന്നതെന്ന് നോക്കുക ഇൻഷാ അല്ലാഹ്. ഇത് മദീന അറബിക്കിൽ പറഞ്ഞതുപോലെയുമല്ല, ഇത് വേറെ ഒരു തരത്തിലാണ് നമ്മൾ ഇത് പ്രസന്റ് ചെയ്യുന്നത്. ഇത് പ്രസന്റ് ചെയ്യുന്നത് വേറെ ആരും പ്രസന്റ് ചെയ്തിട്ടുള്ള രീതിയിലല്ല. നമ്മൾ തികച്ചും വ്യത്യസ്തമായി നമ്മുടേതായ രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ഖുറാൻ മലയാളം വിഭാഗത്തിന്റെ മാത്രം അവതരണ രീതിയാണിത്. ഇതേ രീതിയിൽ വേറെ ആരെങ്കിലും പ്രസന്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇനി ഉണ്ടാകാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് അണ്ടർസ്റ്റാൻഡ് ഖുറാന്റെ കൂടെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെതായ വ്യത്യസ്തത ഉണ്ട് എന്ന് പറയുന്നത്. ഇത് ഗ്രാമർ മാത്രമായിട്ട് പഠിക്കുമ്പോൾ അതെങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത് അണ്ടർസ്റ്റാൻഡ് ഖുറാൻ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചത്. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരുമില്ല. ശരി. അപ്പൊ ബാക്കിയുള്ളവരെല്ലാം അതേപോലെ സെമസ്റ്റർ അണ്ടർസ്റ്റാൻഡ് ഖുറാന്റെ സെമസ്റ്റർ 6 വരാത്ത ഒരാൾ പറഞ്ഞായിരുന്നു. ആരായിരുന്നു? ബുഷേറോ? ബുഷേർ തന്നെ? ബുഷേർ അല്ല, സുഹൈബ്. സുഹൈബ്. ഓക്കെ, നിങ്ങളുടെ പേര് ഞാൻ കേട്ട ഓർമ്മയുണ്ട്. പക്ഷെ പിന്നീട് സുഹൈബ് എവിടെ പ്രോപ്പർ എവിടെ നിന്ന് നാട്ടില്? എറണാകുളത്താണ്. കർണാടകത്തിലാണ്? എറണാകുളം. എറണാകുളം. ഓക്കെ ഓക്കെ. ശരി. അപ്പൊ 6ാമത്തെ സെമസ്റ്റർ പഠിക്കാത്ത ആരുമില്ല? ഓൺലൈനിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഓൺലൈനിൽ 5, 6, 7, 8 ഏതെങ്കിലും അറ്റൻഡ് ചെയ്ത ആരെങ്കിലും? ആരുമില്ല. ബാക്കിയെല്ലാം വാട്സപ്പിൽ പഠിച്ചവരാണ്. ഓക്കെ. അപ്പൊ നമ്മള് ഏത്? ഞാൻ 6ാമത്തെ സെമ്മിലാണ് പഠിച്ചോണ്ടിരിക്കുന്നത്. 6ാമത്തെ സെമസ്റ്റർ പഠിച്ചിട്ടിരിക്കുന്നത് കുഴപ്പമില്ല. കാരണം 4ലും 5ലും നിങ്ങൾക്ക് ഈ പാഠങ്ങളൊക്കെ കിട്ടിക്കാണും. 4, 5 ഈ പാഠങ്ങൾ കിട്ടിക്കാണും. പക്ഷെ ഈ ഒരു സംശയവും ഉണ്ടാകാൻ പാടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു, ഇതൊക്കെ കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് പരീക്ഷ ചോദിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 4, 5, 6, 7, ഈ 8 വരെയും നമ്മൾ വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് പരീക്ഷ ചെയ്യുന്നത്. ചിലപ്പം മുൻ പരീക്ഷകൾ ആവർത്തി ചോദ്യങ്ങൾ തന്നെ ചിലപ്പം കോപ്പി പേസ്റ്റിങ് ചെയ്യാറുണ്ട്. കാരണം അത് ഒരു പ്രയാസമാക്കേണ്ടെന്ന് വിചാരിച്ചു. മുൻ പരീക്ഷ ചോദിച്ചാണെങ്കിലും ആ ഗ്രാമർ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചു വെച്ചത് അത് ഉപയോഗപ്പെടും. സാർ ഒന്ന് പറഞ്ഞോട്ടെ. സാർ, നമ്മുടെ സെം 8 പൂർത്തിയാകുന്ന അടുത്ത മാസത്തോടുകൂടി ഡിപ്ലോമ കംപ്ലീറ്റ് ആകുന്ന ഫസ്റ്റ് ബാച്ച് നമ്മുടേതാണ്. അൽഹംദുലില്ലാ. നമ്മുടേതും ഷാനിമ ടീച്ചറിൻ്റെതും നമ്മുടേത്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അപ്പൊ അതിലെ കുട്ടികൾ ഇതിലുണ്ട്. ആ കുട്ടികൾ ഇതിലുണ്ട്. ആയിക്കോട്ടെ. അതും കൂടെ ഒന്ന് അറിയിച്ചതാണ്. അത് കുഴപ്പമില്ല. എന്തായാലും അവർക്കും അവർക്കെല്ലാം സ്വാഗതം. എല്ലാവർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഞാൻ എടുത്ത് ചോദിച്ചതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റും ക്ലിയർ ചെയ്ത് വേണം പോകാൻ. ഓരോ ഭാഗവും നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ. ഗ്രാമർ
ഇപ്പൊ മദീന അറബിക്കൊക്കെ പഠിച്ചു വന്നിട്ട് വിചാരിക്കും ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കും, പ്രത്യേകിച്ച് അറബി ഗ്രാമർ. എന്നാൽ അറബി ഗ്രാമർ ഭയങ്കര സംഭവമാണ്. പക്ഷേ ഖുർആൻ പഠിക്കാനേക്ക് വരുമ്പോൾ അതൊരു സംഭവമല്ല എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, നമ്മൾ നിരന്തരം വായിച്ചു കൊണ്ടിരിക്കുന്നതിനെ മനസ്സിലാക്കാനാണ് നമ്മൾ പോകുന്നത്. മദീന അറബിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. മദീന അറബിക്ക് കൺസ്ട്രക്ഷൻ ലെവലാണ്, അതായത് വാക്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പഠനമാണ്. നമ്മൾ ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പഠനത്തിലാണ് ഇവിടെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എട്ട് അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ 8 ടേം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഖുർആന്റെ എല്ലാ ഗ്രാമറും 99.9% ഗ്രാമർ, അല്ലെ പോട്ടെ 5% കുറയ്ക്കാം, 95% ഗ്രാമറും പഠിച്ചു കഴിഞ്ഞു. പിന്നെ ബാക്കി 5% എന്ന് പറഞ്ഞാൽ റയർ യൂസേജ്, 1, 2, 3 പ്രാവശ്യം വന്നിട്ടുള്ള ഗ്രാമർ പോയിന്റുകൾ ഉണ്ടാവും. ആ പോയിന്റുകൾ പല സംഗതികൾ പല സ്ഥലത്തുണ്ടാവും, ക്ഷണിച്ചു കയറി കിടക്കുക. അപ്പൊ 1, 2 പ്രാവശ്യം വന്നിട്ടുള്ള ഗ്രാമർ പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ബുദ്ധി ഒരുപാട് ചിലവഴിക്കേണ്ട കാര്യമില്ല, അത്രയും സ്ട്രെയിൻ കൊടുക്കേണ്ട കാര്യമില്ലെന്ന് അള്ളയും ഖുർആൻ പഠിപ്പിക്കുന്നതാണ്, അള്ളയും റസൂലും നമുക്ക് പഠിപ്പിക്കുന്നതാണ്. ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, പ്രയാസപ്പെടുത്താൻ പാടില്ല, മാത്രമല്ല വെറുപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം ഖുർആൻ പഠിക്കാൻ വരുന്ന ആൾക്ക് ഖുർആൻ മനസ്സിലാക്കി കൊടുക്കുക എന്നത് അധ്യാപകന്റെ ജോലിയാണ്. അയാൾ വന്ന ഉടനെ നിങ്ങൾ ഗ്രാമറൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു കാലത്ത് മനസ്സിലാവില്ല, അതൊക്കെ നിങ്ങൾ കോളേജിലോ അറബി കോളേജിലോ ദർസിലൊക്കെ പോയി പഠിക്കണം. നിങ്ങൾക്ക് എന്തായാലും ദർസ് ഇതുവരെ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ അറബി കോളേജുകളൊക്കെ ഉണ്ട്. ഇനി അവിടെയൊക്കെ പോയി തുടങ്ങിയാൽ ഒരുപാട് കാലം അവിടെ പഠിക്കേണ്ടി വരും എന്നൊന്നും പറഞ്ഞിട്ട് അവർ ഖുർആൻ പഠിക്കാൻ വരുന്നവരെയും പഠിപ്പിക്കാൻ വരുന്നവരെയും വെറുപ്പിക്കാൻ പാടില്ല. അപ്പൊ ഖുർആൻ പഠനം എളുപ്പമാണ് എന്നതാണ് യാഥാർത്ഥ്യമാണ്. ഇതിൽ ഒരു കാപട്യമില്ല, ഒരു കളവും കാപട്യവും അല്ലെങ്കിൽ എക്സാജറേഷനും ഇല്ല. കാരണം ഞാൻ 2007 മുതൽ ഈ മാർഗത്തിൽ പണിയെടുക്കുന്നത്, അതായത് അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ വരുന്നതിന് മുമ്പ് ഞാൻ 16-17 വയസ്സ് മുതൽ ഖുർആൻ പഠിപ്പിക്കുകയും അത് മുതിർന്നവർക്കും കുട്ടികൾക്കും പഠിപ്പിക്കുന്നുണ്ട്. 2007 ആയപ്പോൾ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിപ്പിക്കാൻ തുടങ്ങി. അവിടെ മുതൽ ഇങ്ങോട്ട് ഇത് പല രീതിയിലും തിരിച്ചും മറിച്ചും പല രീതിയിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹിഫ്ള് സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ സ്കൂളിൽ സാധാരണ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നമ്മുടെ തെക്കൻ ഭാഗത്തുള്ള ഒരു സാധാരണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 7ാം ക്ലാസ് മുതൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും വൈകി തുടങ്ങിയത് ഞാനല്ല പഠിപ്പിക്കുന്നതെങ്കിലും 4ാം ക്ലാസ്സിൽ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിപ്പിക്കുന്നു. 4ാം ക്ലാസ് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കാമെന്ന് അവര് പറയുന്നു. കാസർഗോഡാണ് ഒരു ബാച്ച് തുടങ്ങി. അതിൽ ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 2 ടീച്ചർമാർ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മുടെ പുസ്തകങ്ങളെ കൊടുത്ത് അവിടെ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് സ്ലോവിലാണെങ്കിൽ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ ഹിഫ്ളും ഒക്കെയുള്ള ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നത് അതിനകത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല. അവിടെ മദ്രസ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കും. ആ കൂട്ടത്തിൽ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ 7ാം ക്ലാസ് മുതൽ പഠിപ്പിക്കുന്നത്. 7, 8 നമ്മൾ 7ാം ക്ലാസ്സിലും 8ാം കഴിഞ്ഞ പ്രാവശ്യം 7ാം ക്ലാസ് തുടങ്ങി, ഇപ്രാവശ്യം 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലും പഠിപ്പിക്കും. അടുത്ത പ്രാവശ്യം 9ാം ക്ലാസ്സിൽ അങ്ങനെ തുടങ്ങുന്നു. അപ്പോൾ അതിലൊക്കെ പഠിപ്പിച്ചതിന്റെ അനുഭവത്തിലാണ് നമ്മൾ പറയുന്നത്. അത്രയും വലിയ ഗ്രാമർ ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടി ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ആ ഗ്രാമർ വെച്ചുകൊണ്ട് ഇതില് ചിലരെങ്കിലും അന്നാം പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അന്നാം പഠിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അവർ ബക്കറ, ആലി ഇമ്രാൻ, നിസാ, മാഇദ ഒക്കെ കഴിഞ്ഞിട്ട് അന്നാം വരെ എത്തി. അപ്പോഴും നമ്മൾ ഓരോന്നും എടുക്കുമ്പോൾ അവരോട് ചോദിക്കാറുണ്ട്, ഇതിൽ ഒരുപാട് ഗ്രാമർ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഗ്രാമർ ഉണ്ടോ? ഇല്ല എന്നവര് ആരും ചോദിക്കുന്നില്ല. വേറെ എന്തെങ്കിലും ഇത് മനസ്സിലാക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും ഗ്രാമർ മനസ്സിലാക്കേണ്ടതില്ല. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിപ്പിക്കുന്ന ഇത്രയും ഗ്രാമർ പഠിച്ചാൽ ഖുർആൻ മനസ്സിലാകും. ഞാൻ പറയുന്നത് ഖുർആൻ 99% മനസ്സിലാകും. 1% എന്ന് പറയുന്നത് 5% ഗ്രാമർ വ്യാപിച്ചു കിടക്കുന്നതാണ്. ബാക്കി 1% അത് കുറെ വ്യാപിച്ചു കിടക്കുകയാണ്. ഒറ്റയും തെറ്റയായിട്ട് വരുന്ന ചില വ്യാകരണ കാര്യങ്ങൾ ഉണ്ട്, ഇല്ലെന്ന് പറയും. അതേസമയം നമ്മളിപ്പോ മദീന അറബിക് ആയിരുന്നാലും ബാക്കി അറബിക് ലാംഗ്വേജിന്റെ ഗ്രാമർ ആയിരുന്നാലും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അറബി പഠിക്കുക, ഗ്രാമർ പഠിക്കുക എന്ന സംഭവം അവിടെ പൂർത്തീകരിക്കും. ഖുർആൻ മനസ്സിലാകുക എന്ന സംഭവം അതിനോടൊപ്പം വരുന്നില്ല. നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. ഖുർആൻ മനസ്സിലാക്കുക എന്നതിന് വേണ്ടിയാണ് ഗ്രാമർ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ട് വരുമ്പോൾ ഏത് ഗ്രാമറാ വേണ്ടത് അതാണ് പഠിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾ നഹൽ വാദമൊക്കെ എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ മദീന അറബിക്കൊക്കെ എടുത്ത് നോക്കിയാൽ ആദ്യം കാണുന്നത്
വേറെ പല സംഗതിയായിരുന്നു. നമ്മൾ പറയുന്നത് ആദ്യം നമ്മൾ പഠിക്കുന്നത് മോർഫോളജിയാണ് ആദ്യം പഠിക്കുന്നത്. ഈ മോർഫോളജി ഇപ്പൊ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. എന്നാൽ നമ്മുടെ സമയം അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് മോർഫോളജി എന്ന് പറയുന്ന ഫത്തഹു അതിന്റെ ടേബിളുകൾ കുറച്ച് തയ്യാറാക്കാൻ, പ്രൊജക്ട് ബേസ്ഡ് തയ്യാറാക്കാൻ വേണ്ടിയുള്ള പ്ലാൻ ഉണ്ട്. അത് നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് നമ്മൾ തരും, നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ. കാരണം നമ്മൾ ആ ലെവലിൽ ചെയ്തിട്ടില്ല. മുമ്പ് നമ്മൾ ഗോൾഡൻ സർട്ടിഫിക്കറ്റ് പ്രൊജക്ട് വർക്ക് ബുക്ക് എന്നൊക്കെ പറഞ്ഞ് തയ്യാറാക്കിയിരുന്നു. അത് തയ്യാറാക്കി അവര് കൊറിയർ വഴി അയച്ചു തന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് പുസ്തകവും സർട്ടിഫിക്കറ്റും അടക്കം തിരിച്ചു വെക്കും. അത് 1 വർഷം മാത്രം നടന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ പരീക്ഷ സിസ്റ്റമൊക്കെ മാറ്റിയതുകൊണ്ട് അത് മാറി. അപ്പൊ ഈ പ്രൊജക്ട് വർക്ക് കുറെ കൂടെ സംഗ്രഹമായിട്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പ്രൊജക്ട് വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സന്നദ്ധമാണെങ്കിൽ നിങ്ങൾ നാളത്തെ കമന്റ് ഇട്ടാൽ, ഇന്നല്ല നാളെ കമന്റ് ചെയ്താൽ ഓക്കെ, നമുക്ക് പ്രൊജക്ട് വർക്ക് ബേസ് ചെയ്ത് പോകാം. അങ്ങനെയാണെങ്കിൽ ഷറഫിന്റെ, അതായത് നമ്മൾ ഫത്തഹു എന്നൊക്കെ പറഞ്ഞ് ടേബിൾ പഠിച്ചില്ലേ, ആ ടേബിൾ പഠിച്ച ടേബിൾ എല്ലാം കൂടെ ഒരുമിച്ച് 17 ടേബിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്രോഡീകരിക്കാൻ പറ്റും. 17 ടേബിൾ. ആ 17 ടേബിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഉണ്ടാക്കി പഠിക്കാൻ പറ്റും. പിന്നെ അതിന്റെ വേറെ ചില നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ സഹകരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ടീമിനെ ഒരു സമ്പൽ സമൃദ്ധമായ ഒരു ടീമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ടീമിനെ ബേസ് ചെയ്തിട്ട് ഈ പരീക്ഷയില ഈ ക്ലാസ് ചെയ്യുന്നതോടുകൂടി ഈ ടീമിന് എന്ത് ചെയ്യാൻ പറ്റും, അൽ ബഖറ മുതൽ ഇങ്ങോട്ട് തുടങ്ങാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇപ്പോൾ പഠിപ്പിച്ചിട്ട് അൽ ബഖറ പഠിപ്പിച്ചിട്ടിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അൽ ബഖറയുടെ 2ാമത്തെ ബാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചോളം നേരത്തെ നടന്ന മാച്ചിനേക്കാളും കുറെ കൂടി ക്രിയാത്മകമായിട്ടാണ്. അപ്പൊ അതിന്റെ മുന്നോടിയാണ് നമ്മൾ 3ാമത്തെ ബാച്ച് തുടങ്ങുമ്പോൾ അവർക്ക് കുറെ കൂടി ഖുർആൻ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റണം. എങ്കിൽ എന്ത് വേണം, നേരത്തെ ഇതുവരെ പഠിച്ച ഗ്രാമറുകൾ ഒന്നുകൂടി സമഗ്രമായി ഉറപ്പുവരുത്തണം. ഇപ്പം പഠിച്ച അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ക്ലാസ് തുടങ്ങിയപ്പോൾ, അല്ല അൽ ബഖറയുടെ ബാച്ച് തുടങ്ങിയപ്പോൾ അവർക്ക് ആമുഖമായി ഒരു 10-15 മിനിറ്റ് ഈ ഗ്രാമറിന്റെ ക്ലാസ് കൊടുത്തിരുന്നു. പിന്നീട് നമുക്കത് മനസ്സിലായി, അത് ഗ്രാമറും അൽ ബഖറയുടെ ക്ലാസ്സും കൂടെ ഒരുമിച്ച് 1 മണിക്കൂറിനുള്ളിൽ തീർക്കാൻ പറ്റും. അപ്പൊ അത് ഒരുപാട് സമയം അടിച്ച ഒരു സംഭവമായി മാറി. അതുകൊണ്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തത്, ഇങ്ങനെ നമ്മൾ തുടങ്ങി. ഈ ബാച്ചിനെ തുടർന്നിട്ടാണ് അൽ ബഖറയുടെ ബാച്ച് വരുന്നത്. അത് നിങ്ങൾ അത് അതിന്റെ മുന്നൊരുക്കമായി ഇതിനെ കാണണം. എങ്കിൽ മാത്രമേ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റൂ. ഇത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അൽ ബഖറ മുതൽ പഠിക്കുമ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരുപാട് സമയം വേണ്ട, കുറച്ച് സമയം മതി. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ലളിതമാണ്. നമ്മൾ ഒരുപാട് പ്രയാസമാണ് എന്ന് വിചാരിച്ചാൽ ഇത് ഒരു കെട്ടിക്കുടുക്കുള്ള സംഭവമാണ്, ഇത് കുരുക്കഴിക്കാം എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ കുരുക്കൊന്നുമില്ല. നെറ്റിലൊക്കെ പരിശോധിച്ചാൽ അറബിക് മെഡീഷ്യൻ എന്നല്ല, വേറെ അറബിക്കിന്റെ എന്താ പറയാ, കെട്ടഴിച്ചു കുടുക്കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് പല സംഭവങ്ങൾ. അങ്ങനെ സംഭവം ഇല്ല, കുടുക്കുണ്ടെങ്കിലല്ലേ അഴിക്കേണ്ടേ ഉള്ളൂ. അറബിക് മെയ്ഡ് ഈസി എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഈസി നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അറബിക് ഈസ് ഈസി, ഓൾറെഡി മെയ്ഡ് ബൈ അള്ളാഹ് ആസ് ഈസി എന്നാണ്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആദ്യം പഠിച്ചത് ഫത്തഹന മുതൽ തുടങ്ങിയിട്ട് ഈ ടേബിൾ എല്ലാം 17 ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു. ആ 17 ഗ്രൂപ്പിനെ നമ്മൾ വിശകലനം ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതിൽ വാവുള്ളതും യാവുള്ളതും സംഭവങ്ങളൊക്കെ പഠിച്ചു. അത് ഒരു സെക്ഷനാണ്. അറബി ഗ്രാമറിന്റെ ഒരു സെക്ഷൻ, ഒരു ഭാഗമാണ്. അറബി ഗ്രാമറിന് 2ആയിട്ട് തിരിച്ചാൽ 1 സർഫ് എന്ന് പറയും, 2 നഹ്വ്. ഇതാണ് മുഖ്യമായ 2 ഡിവിഷൻ. അത് കൂടാതെ ബലാഗ ഉണ്ട്, അത് കൂടാതെ അറൂദയുണ്ട്. പിന്നെ അതെ, ബലാഗ ഇൽമുൽ ബയാൻ അങ്ങനെ പോകും. ബലാഗ ഇൽമുൽ ബയാൻ പോയിട്ട് അങ്ങനെ പോയിരുന്നു സാഹിതീയമായി പോകുന്ന ഒരു ഭാഗമുണ്ട്. പിന്നെ അറൂദ എന്ന് പറഞ്ഞ പദ്യവുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു സംഗതിയുണ്ട്. അപ്പൊ ഇൽമുൽ ബയാൻ ബലാഗ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അതിൽ അങ്ങനെ പോകുന്നില്ല. കാരണം ഖുർആൻ എന്ത് പറഞ്ഞിരിക്കുന്നു അതിന്റെ അന്തസത്ത മനസ്സിലാക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അത് പഠിപ്പിക്കാൻ പോകുമ്പോൾ അതിൽ അനിവാര്യമായ ബലാഗ നമ്മൾ ഓൾറെഡി മലയാളത്തിൽ പറഞ്ഞത്. ഇത് ബലാഗാണെന്ന് പറഞ്ഞിട്ടല്ല, ഇത് മനസ്സിലാക്കേണ്ട ആ കാര്യം പറഞ്ഞത്. അത് എപ്പോഴേ പറ്റുള്ളൂ,
നമ്മൾ ഈ ഗ്രാമറൊക്കെ അങ്ങ് ഉറപ്പുവരുത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ബക്കറ പോലെ പഠിക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഉപരിപ്ലവമായിട്ട് നിൽക്കാൻ പറ്റും. വായിക്കുമ്പോഴുള്ള അർത്ഥം മാത്രമേ കിട്ടുള്ളൂ. വായിക്കുമ്പോഴുള്ള അർത്ഥത്തിന്റെ താഴെയുള്ള അർത്ഥം, അതിന്റെ ഉള്ളിലുള്ള അർത്ഥം കിട്ടണമെങ്കിൽ വ്യാകരണത്തിന്റെ നേരത്തെ പറഞ്ഞ് കുടുക്കില്ലാണ്, കുടുക്കഴിക്കണമെന്ന് പറഞ്ഞാൽ അത് എളുപ്പമാണെന്ന് നമുക്ക് ബോധ്യപ്പെടാം. അപ്പൊ ആദ്യം നമ്മൾ ഫത്തഹ പഠിക്കുമ്പോൾ സിംഗിൾ വേർഡ്സ് ആണ് പഠിക്കും. ഇതാണ് സർഫ് എന്ന് പറയുന്നത്. ഒരു പദത്തെ ഉദ്ദിഷ്ടാർത്ഥം കിട്ടുന്നതിന് വേണ്ടി വ്യത്യസ്ത രൂപങ്ങളിലേക്ക് മാറ്റുക എന്നതാണ് സർഫ് എന്ന് പറഞ്ഞാൽ. ഒരു പദത്തിന്റെ രൂപീകരണം, ഒരു പദത്തിൽ നിന്നും വേറൊരു പദത്തെ ഉണ്ടാക്കൽ, രൂപീകരിക്കുക. അപ്പോൾ അടുത്ത പദം വരുമ്പോൾ എന്ത് രീതിയിൽ അർത്ഥം വരുന്നു അതാണ് അതിലുള്ളത്. രണ്ടാമത്തേത് ഭാഗം അഥവാ വ്യാകരണം നഹ്വ് എന്ന് പറയും. നഹ്വ് എന്ന് പറഞ്ഞാൽ വാക്യഘടന. ഒരു സെന്റൻസ് വരുമ്പോൾ ഒരു സെന്റൻസിലെ പദങ്ങൾ തമ്മിലുള്ള ബന്ധം, ആ പദങ്ങൾ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. അതാണ് നഹ്വ് എന്ന് പറയുന്ന, ഗ്രാമർ എന്ന് പറയുന്ന ഭാഗം. അത് പറയുമ്പോൾ ഈ ഓരോ പദത്തിന്റെയും അന്ത്യം അറിയുക, അന്ത്യത്തിന്റെ അടയാളം എന്ത് രീതിയിൽ പ്രത്യേകമായിരിക്കുന്നു, സവിശേഷമായിരിക്കുന്നു എന്നതറിയുകയും അതിന്റെ പ്രധാന ഭാഗമാണ്. വാക്യം തമ്മിലുള്ള ബന്ധം, ആ ബന്ധം മാറുമ്പോൾ പദങ്ങളുടെ അന്ത്യം മാറി വരും. അറബി ഭാഷ തന്നെ പദങ്ങളുടെ അന്ത്യം മാറി വരുന്ന ഭാഷ എന്നാണ് അറബിയുടെ ഭാഷ അല്ല. അറബി എന്ന് പറഞ്ഞാൽ മാറുന്നത് എന്നാണ്, മാറ്റമുള്ള ഭാഷ. വാക്യത്തിന്റെ ഓരോ പദത്തിന്റെയും അന്ത്യം മാറി മാറി വരും. നമ്മൾ കണ്ടുള്ള മുസ്ലിമീന വരും ചില സമയത്ത്, മുസ്ലിമൂന വരും ചില സമയത്ത്. അതേപോലെ മുസ്ലിമുൻ വരും, മുസ്ലിമൻ വരും, മുസ്ലിമീൻ വരും. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് തൗഹീദാണ്. കാരണം ഈ സംഭവം ഗ്രാമർ പുസ്തകങ്ങളിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താണ് അനാവശ്യമായി നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സംഭവം. ഖുർആൻ പഠിക്കാൻ വേണ്ടി അത്രയും നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യം, അത്രയും നീട്ടിക്കൊണ്ട് പോകുന്നത് കൊണ്ടാണ് ഈ ഗ്രാമർ പഠിപ്പിക്കുന്നവര് ഇതിനെന്ത് ചെയ്യുന്നത്, കുറെ പാഠങ്ങൾ കഴിഞ്ഞതിന് ശേഷം പഠിക്കും. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇത് എളുപ്പമുള്ള സംഭവമാണ്. ഇത് പഠിച്ചു വെച്ചാൽ തൗഹീദ് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ ഗ്രാമറിന്റെ ക്ലാസ്സിൽ വന്നു, എനിക്ക് തൗഹീദ് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. അല്ലെങ്കിൽ ഒരാൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കണം, അയാൾ ഗ്രാമർ പഠിപ്പിച്ചാൽ ഈ സംഭവം, ഈ വിഷയം പഠിപ്പിച്ചാൽ അയാൾക്ക് 1 മണിക്കൂർ ക്ലാസ് എടുക്കാനുള്ള സംഭവം നിങ്ങൾക്ക് കിട്ടും. അപ്പോ അതാണ് ആദ്യം പഠിക്കാനുള്ളത്. ആദ്യം പഠിക്കുന്നത് ലാ കൊണ്ടാണ്. ലാ, ഈ ലാ നമ്മൾ പറയുന്നത് വർഗത്തെ നിഷേധിക്കാനുള്ള ലാ. അപ്പൊ അവിടെ ദീർഘമുള്ള ലായാണ്. ലാ ഇലാഹ പറയുന്ന ലാ എന്നാണ്. അപ്പൊ ഇതിന്റെ പേരാണ് വർഗത്തെ നിഷേധിക്കാനുള്ള ലാ. മദീന അറബിക്ക് നമ്മൾ പഠിച്ചതുപോലെ ഇതിനെന്തല്ല, അറബി ടെക്നോളജിയിലൂടെ അല്ല നമ്മൾ പഠിപ്പിക്കുന്നത്, അറബി ടെക്നിക്കൽ ടെർമിനോളജിയിലൂടെ അല്ല പഠിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്റെ ക്ലാസ്സിൽ 2000 കോവിഡിന് മുമ്പ് അവർക്ക് അവരുടെ ബാച്ച് കഴിഞ്ഞു. 2016 17 അങ്ങ് തുടങ്ങി. 2016 തുടങ്ങിയാന്ന് തോന്നുന്നു. 16 17 തുടങ്ങിയൊരു ബാച്ചിൽ ഒരു ടീച്ചർ വരുന്നത്. ടീച്ചറിന്റെ പേര് ടീച്ചറിനാണ് കുട്ടികളെ വിളിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ അവർ പഠിപ്പിക്കുന്ന കുട്ടികൾ വരും. നേരത്തെ അസ്മിന ടീച്ചറിന്റെ കുട്ടികൾ ഈ ക്ലാസ്സിലുണ്ടെന്ന് പറഞ്ഞു. അത് പക്ഷെ ആ ടീച്ചർ ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്ന, ഞാനുണ്ട് ഷബാന, അസീന ടീച്ചറെ ക്ലാസ്സിൽ പഠിക്കുന്ന. ഓക്കെ. അപ്പം ഒരു ടീച്ചർ എന്റെ ക്ലാസ്സിൽ പറഞ്ഞത് ആ ടീച്ചർ ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്ന കുറെ കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്നത്, അർത്ഥം പഠിപ്പിക്കുന്നത്. ആ ക്ലാസ്സിൽ ഈ ടീച്ചർ പറയുന്ന ടീച്ചർ എന്നും വന്നിട്ട് എൻ്റെ അടുത്ത്, സർ അവിടെ ജർ വന്ന് എന്താണ്, സർ അവിടെ റഫ് വന്ന് എന്താണ്, ഇവിടെ നസ്ബ് വന്ന് എന്താണ്. അപ്പൊ ഞാൻ പറയും ഇതൊന്നും എനിക്കറിയില്ല. അങ്ങനെ എനിക്ക് ഒരു ദിവസം അവര് വന്നിട്ട് നഹ്വുൽ വാദി ഗ്രാമർ പുസ്തകം, നഹ്വുൽ വാദി എന്ന് പറഞ്ഞ ഒറിജിനൽ ഗ്രാമർ പുസ്തകം എന്നെ കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് ഇതിൽ എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞതാണ്. ഞാൻ പറയും നമ്മൾ പഠിപ്പിക്കുന്ന വേറെ രീതിയിലാണ്, നിങ്ങൾ ഇതിൽ കൊണ്ടുവന്നാൽ ഇത് നമുക്ക് ബുദ്ധിമുട്ടാവും. അവർക്ക് അതിന്റെ അവസാനം വരെ, ആ ക്ലാസിന്റെ അവസാനം വരെയും
അവർക്ക് ടോപ്പ് മാർക്ക് വാങ്ങിക്കാനോ അല്ലെങ്കിൽ 80% കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അവർക്ക് 80% താഴെ മാർക്ക് വരും. 80 അല്ലെങ്കിൽ 90 താഴെ മാർക്ക് വരും. 80 മുതൽ 90 വരെ 89 വരെ നമ്മളൊരു ഗ്രേഡാണ്. അപ്പൊ 80 മുതൽ 89 വരെയുള്ള ഗ്രേഡ് മാത്രമേ അവർക്കുള്ളൂ. 90 പോകാൻ പറ്റില്ല. പക്ഷെ അതൊന്നും അറിയാത്ത ആൾക്കാർ റാങ്ക് വാങ്ങിച്ചു, 100% മാർക്ക് വാങ്ങിച്ചു, അതിൽ എബോവ് 90% മാർക്ക് വാങ്ങി. അപ്പൊ ഇതിങ്ങനെ അങ്ങനെ പഠിച്ചാൽ എന്റെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. ജെർബ് നസ്ബ് ഇതൊക്കെ കേട്ടാൽ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ടെക്നിക്കൽ പദങ്ങളൊന്നും ഉപയോഗിക്കുന്നു. മലയാളത്തിൽ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്ന വ്യാകരണത്തിൽ പറഞ്ഞിരിക്കുന്ന സാങ്കേതിക പദങ്ങൾക്ക് തുല്യമായ, ഏകദേശം തുല്യമായ 99% തുല്യമായ മലയാളം വാക്കുകളാണ് നമ്മൾ. ഈ മലയാളം വാക്ക് കേൾക്കുമ്പോൾ മദീന അറബിക്കൊക്കെ പഠിച്ചാക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകും മദീന അറബിക്കിൽ എന്താണെന്ന് പറഞ്ഞത്. അപ്പോ ല വർഗത്തെ നിഷേധിക്കാനുള്ള ല, ഇതാണ് ആദ്യം നമ്മൾ പറയുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ എന്തായാലും 9:30 നിർത്തും കേട്ടോ. ഇനി 15 മിനിറ്റുകളേ ഉള്ളൂ. 15 മിനിറ്റ് വരെ എന്താണോ നമുക്ക് പറയാൻ പറ്റുന്നത് അത് നമുക്ക് ഇന്ന് പറയുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും പറയാനുണ്ടോ അതൊക്കെ നമ്മൾ നോക്കി അടുത്ത പ്രാവശ്യം നമ്മൾ ഫുള്ളായിട്ട് പഠിപ്പിക്കും. പിന്നെ പ്രാക്ടിക്കൽ ഫുള്ളായിട്ട് പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റില്ല ഒരു ദിവസം. നമുക്ക് 12 ക്ലാസ് ആണ് ഇതിനു വേണ്ടി നിശ്ചയിച്ചത്. ഈ 12 ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ള സംഭവം ഇല്ല യഥാർത്ഥം. 12 ക്ലാസ്സിൽ 12 മണിക്കൂർ പഠിപ്പിക്കാനുള്ള ഗ്രാമർ ഇല്ല. ഖുർആൻ മനസ്സിലാക്കാൻ ഒരു 6 മണിക്കൂറൊക്കെ പഠിച്ചാൽ മതി. പിന്നെ നമ്മൾ വലിച്ചു നീട്ടി ഇതായതിനെ കൊണ്ട് ഒക്കെ പോകുന്നു. അപ്പൊ അതിന് കാര്യമില്ല. അങ്ങനെ ലാഗ് ചെയ്യേണ്ടതില്ല എങ്കിൽ നമുക്ക് വേഗം പറഞ്ഞു പോയാൽ മനസ്സിലാകുമെന്നുണ്ടെങ്കിൽ 6 മണിക്കൂറത്തെ ക്ലാസ്സേ ഉള്ളൂ. ബാക്കി 6 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊജക്റ്റ് ഒക്കെ എഴുതി അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പം വർഗത്തെ നിഷേധിക്കുന്നില്ല എന്ന് പറയും. അപ്പോ ഈ ല കഴിഞ്ഞു വരുന്നതില് വരുന്ന സംഗതിയെ ആ വർഗത്തെ നിഷേധിക്കുന്നതാണ് ഈ ല. അപ്പൊ എന്താണ് ഈ ല, എങ്ങനെയാണ് വർഗത്തെ നിഷേധിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ അതിന് ശേഷമുള്ള നാമത്തിന് എന്ത് അടയാളമാണ് അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് വന്നിരിക്കുന്നത് നോക്കണം. അപ്പൊ ഇവിടെ ലാ ഇലാഹ നമുക്ക് അറിയാം, തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ലാ കഴിഞ്ഞിട്ട് എന്തുണ്ട്, ഇലാഹ് എന്ന വാക്ക് വന്നിട്ടുണ്ട്. ഇലാഹ് എന്ന വാക്ക്, ആ ഇലാഹ് എന്ന വാക്ക് എന്താണ്, ഏകവചനമാണ്. ഏകവചനം, സിംഗുലറാണ്. ഇലാഹുൻ, അതിന്റെ ബഹുവചനം എന്താണ്, ഇലാഹിന്റെ ബഹുവചനം, ഇലാഹിന്റെ ബഹുവചനം ആലിഹത്ത്. അപ്പൊ ആലിഹത്തിന് നല്ല, ആലിഹത്തിന് വന്നിട്ടില്ല, ഇവിടെ ഇലാഹ് മാത്രമേ വരൂ. അപ്പൊ ലാ എന്ന വർഗത്തെ നിഷേധിക്കാനുള്ള ലാ ആണെങ്കിൽ അതിന് ശേഷം വരുന്നത് ഏകവചനം ആയി. നമ്മൾ സാധാരണ പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹു ഒഴികെ ആരാധ്യനില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്ന എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഇവിടെ എന്താണ്, ഇലാഹ് എന്ന ഏകവചനമായിരിക്കും. അതിന്റെ മുമ്പ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, അതിന്റെ ശേഷം ഒന്നുണ്ടാകാൻ പാടില്ല. ഇലാഹുൻ എന്ന വാക്കിന്റെ മുമ്പ് ചേർന്ന് വരുന്നതാണ് അൽ പോലുള്ള സംഭവം. അൽ ഇലാഹ് ആകാൻ പാടില്ല, അൽ വരാൻ പാടില്ല. ഇലാഹ് ആയതുകൊണ്ട് നമുക്ക് അൽ ഇലാഹ് വന്നു കഴിഞ്ഞാൽ അള്ളാഹ് എന്നാണ് വാക്ക് വരിക, അത് വേറെ വിഷയം. അപ്പൊ ഇലാഹ് എന്ന അതായത് ഇലാഹയ്ക്ക് ശേഷം വരുന്ന വാക്കിന് മുമ്പ് അൽ ചേർന്ന് വരാൻ പാടില്ല. അതിന്റെ ശേഷം സാധാരണ കിതാബുഹു കിതാബുഹും എന്നൊക്കെ വരും, അതേപോലെ സർവനാമവും അതുപോലെ ഒന്നും ചേർന്ന് വരാൻ പാടില്ല. അപ്പോ ഇലാഹുൻ അല്ലെങ്കിൽ ലായ്ക്ക് ശേഷം വരുന്ന പദം അതിന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ അതിനോടനുബന്ധമായി അൽ പോലെ ഒന്നും ചേർന്ന് വരാൻ പാടില്ല. വായോ ഫായോ അല്ല പറഞ്ഞത്, അത് വേറെ വിഷയം, അത് അങ്ങനെ വരാറില്ല. എന്നാലും അൽ ചേർന്ന് വരാൻ പാടില്ല. കിതാബുഹു കിതാബുഹും പോലെ അതിന്റെ അവസാനം ഹൂഹും പോലുള്ള ഒന്നും ചേർന്ന് വരാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ അതിന്റെ മുമ്പ് ഒന്നും ചേരാൻ പാടില്ല, ശേഷം ഒന്നും ചേരാൻ പാടില്ല. അങ്ങനെ ഏകവചനമായി വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, അങ്ങനെ ഉണ്ടെങ്കിൽ ആ പറഞ്ഞ ലാ എന്തായിരിക്കും, വർഗത്തെ നിഷേധിക്കാനുള്ള ലാ ആയിരിക്കും. ഇവിടെ നോക്കിയാൽ നമുക്ക് ഇലാഹ് കാണാൻ പറ്റും,
ഒരു കാര്യം കൂടെ ഉണ്ട്. അതിൽ അന്ത്യത്തിൽ അടയാളം ഫത്തഹായിരിക്കും. അന്ത്യത്തിൽ അടയാളം ഫത്തഹായിരിക്കണം. മുമ്പൊന്നും ചേർന്ന് വരാൻ പാടില്ല, ശേഷം ഒന്നും ചേർന്ന് വരാം. ഇതാണ് 4 കാര്യം. 1 ഏകവചനം, 2 അന്ത്യത്തിൽ അടയാളം ഫത്തഹായിരിക്കണം, 3 ആരംഭത്തിൽ ഇല്ലാതിരിക്കണം, 4 അന്ത്യത്തിൽ സർവനാമം ചേർന്ന് വരാൻ. സർവനാമമാണ് സാധാരണ ഇലാഹുഹു ഇലാഹും പോലെ ചേർന്ന് വരുന്നത്, അല്ലെങ്കിൽ കിതാബുഹും പോലെ ചേർന്ന് വരും. ഈ 4 എണ്ണം ഉണ്ടെങ്കിൽ ആ പറഞ്ഞ ലാ എന്തായിരിക്കും? അത് വർഗത്തെ നിഷേധിക്കാനുള്ള ലാ ആയിരിക്കും. അപ്പോൾ അർത്ഥം എന്തായിരിക്കും നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഇലാഹിന്റെ ഇനത്തിലുള്ള ഒന്നും തന്നെ ഇല്ല എന്നാണ്. അപ്പൊ അല്ലാഹ് ഒഴികെ ഒരൊറ്റ ആരാധ്യനും ഇല്ല എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, ഈ പറഞ്ഞ പോയിന്റുകളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞ പോയിന്റുകൾ എന്നാൽ കൂടുതൽ ഉദാഹരണം പറഞ്ഞു ഡൗട്ട് ഇല്ലെങ്കിൽ എല്ലാം ക്ലിയർ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ വോയിസ് ക്ലിപ്പ് ഒന്നുകൂടെ കേട്ടാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് വീഡിയോ ലിങ്ക് ഇട്ട് തന്നിട്ട് അത് കേൾക്കാനായിരിക്കും പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഉദാഹരണം നോക്കാം. ഇതേപോലെ ലാ വന്നിട്ടുള്ള നമ്മൾ നിത്യേന പറയുന്ന സംഭവം. അതുകൊണ്ടാണ് ഈ പറഞ്ഞ സംഭവം ഞാൻ ആദ്യം തന്നെ പഠിപ്പിക്കാൻ കാരണം. കാരണം നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന സംഭവമാണല്ലോ ആദ്യം പഠിക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇവിടെ വന്നു. ഇലാഹുക്കും ഇലാഹും വാഹിദുൻ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേറെയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. ഇന്നകും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേപോലെ നമ്മൾ പറയുന്നതാണ്, നമ്മൾ ഓർത്ത് കഴിയുമ്പോൾ എന്ത് പറയും? അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. വഹ്ദഹു ലാ ശരീക ലഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു. അപ്പൊ ലാക്ക് ശേഷം എന്ത് വന്നു? ശരീക്ക് എന്ന ഏകവചനം വന്നു. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എന്താ പറയുക? ലാ ശരീക ലഹുവിന്റെ അർത്ഥം എന്താ നിങ്ങൾ പഠിച്ചു വെച്ചത്? അവന് ഒരു പങ്കുകാരൻ. അവന് പങ്കുകാരില്ല. അവന് പങ്കുകാരില്ല. പങ്കുകാരില്ല എന്ന് ബഹുവചനമാണ് ഇവിടെ വന്നിട്ടുള്ളത്. പങ്കുകാരില്ല എന്ന് ബഹുവചനം അല്ല വന്നിട്ടുള്ളത്. ആരോടാണ് പറഞ്ഞത്? പങ്കുകാരനില്ല. മാത്രമല്ല ഇവിടെ ലാ വന്നിരിക്കുന്നത് ലാക്ക് ശേഷം വരുന്ന ശരീക്കിന് മുമ്പ് അല്ലില്ല, ശരീക്കിന്റെ ശേഷം ശരീക്കുഹു, ശരീക്കഹും, ശരീക്കുക്ക, ശരീക്കുക്കും പോലുള്ള ഒന്നും ചേർന്ന് വന്നിട്ടില്ല. അതിന്റെ അവസാനം ഫത്തഹാണ്. അപ്പൊ എന്താ അർത്ഥം? അവന് ഒരൊറ്റ പങ്കാളിയുമില്ല എന്ന്. ആ പങ്കാളിയുടെ ഇനത്തിൽപ്പെട്ട ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അവന് ഒരു പങ്കുകാരനും ഇല്ല, അങ്ങനെയെങ്കിലും പറയണം. അവന് ഒരു പങ്കുകാരനും ഇല്ല എന്നെങ്കിലും പറയണം. ഒരൊറ്റ പങ്കുകാരും ഇല്ല എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? വർഗത്തെ നിഷേധിക്കുന്നത്. അതായത് ഇലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നെങ്കിൽ ഇലാഹിന്റെ ഇനത്തിൽപ്പെട്ട, ആരാധ്യന്റെ ഇനത്തിൽപ്പെട്ട ഒന്നും തന്നെ ഇല്ല അള്ളാഹുവിന്. അപ്പം ആരാധന ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തനും ഇല്ല. ആരാധന കൊടുക്കാൻ അർഹനായിട്ട് ജീവൻ ഉള്ളതോ ജീവൻ ഇല്ലാത്തതോ ആയ ഒന്നുമില്ല. അതേപോലെ ആരാധനയുടേതായ എന്തെങ്കിലും ഇനങ്ങൾ, നേർച്ചയാകട്ടെ, പൂജയാകട്ടെ, വഴിപാടാകട്ടെ, പടക്കം പൊട്ടിക്കലാകട്ടെ, എന്താണെങ്കിലും, മാലയിടലാകട്ടെ, അതേപോലെ പാല് കൊടുക്കലാകട്ടെ, എന്തായിരുന്നാലും, പാലും പഴവും അതുപോലുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുമല്ലോ. അങ്ങനെയൊക്കെ കൊടുക്കുന്ന എന്തായിരുന്നാലും ആരാധനയുടേതായ ഇനങ്ങൾ കൊടുക്കാൻ പറ്റിയ ഒന്നും തന്നെ ഇല്ല അല്ലാഹ് അല്ലാതെ. അതാണ് ശരിക്കും അതിന്റെ അർത്ഥം. അതേപോലെ അള്ളാഹ്ക്ക് ഏതെങ്കിലും ഇനത്തിൽപ്പെട്ട ഒരു പാർട്ണറും ഇല്ല. ഏതെങ്കിലും ഇനത്തിൽപ്പെട്ട ഒരു പാർട്ണറും ഇല്ല, ഒരു ശരീക്കുമില്ല. ശരീക്ക് എന്ന് പറഞ്ഞാൽ പാർട്ണർ എന്നാണ്. ഇതാണ് നമ്മൾ എല്ലാ നേരവും പറയാൻ പറയുന്നത്. ഓത് കൊടുക്കുമ്പോൾ ഒക്കെയും പറയണം, അല്ലേ? വഹ്ദഹു ലാ ശരീക ലഹു. നമ്മൾ ഉജ്ജഹത്തിന് പറയില്ലേ? ഉജ്ജഹത്ത് വജ്ഹിയല്ലദീ ഫതറ സ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ മാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ
ലാ ശരീക ലാ ലഹു, ശരീക ലാ ശരീക ലഹു. അപ്പൊ നമസ്കാരത്തിനും പറയും. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പറയും വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത. അല്ലാഹു ലാ മാനിഅ. അത് ഇനി പറയാൻ പോകുന്നു. അപ്പൊ ലാ ശരീക ലഹു എപ്പോഴും പറയാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് സംഭവം ഗുരുതരമായ വിഷയമാണ്. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തതുപോലെ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തന്നെ പാടില്ല. അവന് പങ്കാരില്ല എന്ന് പറയാൻ പാടില്ല. അതിന് ഉപയോഗിച്ച വാക്ക് തന്നെ ഏകവചനമാണ്. പിന്നെ വർഗം നിഷേധിക്കുന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നമസ്കാരം കഴിഞ്ഞിട്ട് പറയുന്നതാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത. അപ്പൊ എന്താണ്? ലാക്ക് ശേഷം മാനിഅ എന്ന വാക്കാണ് വന്നിരിക്കുന്നത്. അവിടെ എന്താണ്? മാനിഅ ബഹുവചനമല്ല, ഏകവചനം. നേരത്തെ പറഞ്ഞു ലാ വർഗം നിഷേധിക്കുന്ന ലാ ആണെങ്കിൽ അതിന്റെ ശേഷം വരുന്ന പദം ഏകവചനമായിരിക്കണം. അതിന്റെ അവസാനം ഫത്ഹായിരിക്കണം. അതിന്റെ മുമ്പിൽ അൽ ഉണ്ടാകാൻ പാടില്ല. അതിന്റെ ശേഷം ഹൂഹും താക്കും യാന അതൊന്നും ചേർന്ന് വരാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ലാ മാനിഅ, തടയുന്നവനായി ഒരൊറ്റ ഒരുത്തനും തന്നെ ഇല്ല. ലാ മാനിഅ. അതിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് ഒന്നുകൂടെ വരാം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ലാക്ക് ശേഷം വന്ന പദം അതിന് മുമ്പ് അല്ലില്ല, ശേഷം ഒന്നും ചേർന്ന് വന്നിട്ടില്ല, അതിന് അവസാനം ഫത്ഹാണ്, ഏകവചനമാണ്. 4 കാര്യങ്ങൾ യോജിച്ചു വന്നാൽ അതിന് മുമ്പുള്ള ലാ വർഗത്തിൽ നിഷേധിക്കുന്ന ലാ ആയിരിക്കും. അതുകൊണ്ട് ശേഷം പറയുന്ന വസ്തുവിന്റെ ഇനത്തിൽപ്പെട്ട ഒന്നും തന്നെ ഇല്ല എന്നാണ് അർത്ഥം. ആ വർഗത്തിൽപ്പെട്ട ഒന്നും തന്നെ ഇല്ല. തടയുന്നവനായ ഒരൊറ്റ ഒരുത്തനും തന്നെ ഇല്ല. ആ ജീവൻ ഉള്ളതാകട്ടെ, ജീവൻ ഇല്ലാത്തതാകട്ടെ, ജിന്നാകട്ടെ, ശൈത്താനാകട്ടെ, വല്ല എന്താന്ന് പറയാ, പ്രേതമാകട്ടെ, ഭൂതമാകട്ടെ, പിശാചാകട്ടെ, എന്തായിരുന്നാലും ഒന്നും തന്നെ ആൾത്തെ തന്നെ നൽകുന്നതിന്. അതേപോലെ അപ്പൊ അത് നമ്മൾ എല്ലാ ദിവസവും പറയുന്നതാണ്. പറയുന്നില്ലെങ്കിൽ പറയണം, നമസ്കാരം കഴിഞ്ഞിട്ട് പറയാനുണ്ട്. അതേപോലെ ഖുർആൻ തുറന്നാൽ ആദ്യം കാണുന്ന ഒരു സംഭവം ഇതാ, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി. ആമുഖം കഴിഞ്ഞാൽ, ഫാത്തിഹ എന്ന് പറയുന്ന ആമുഖം കഴിഞ്ഞാൽ പിന്നെ ആദ്യം കാണും ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി. അപ്പൊ ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള സംശയവുമില്ല. ലാ റൈബ ഫീഹി, അതിൽ ഒരു തരത്തിലുള്ള സംശയവും ഇല്ല. സംശയത്തിന് അവകാശമില്ല, ഒരു പരിധിയില്ല. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അത് മനസ്സിലാകാത്ത കുഴപ്പമാണ്, അത് നമ്മളെ കുഴപ്പമാണ്. സംശയിക്കാനുള്ള ഒരു പരിധിയും അതിലില്ല, സംശയത്തിനുള്ള ഒരു പരിധിയില്ല. അപ്പോ റൈബ് എങ്ങനെ ഉപയോഗിച്ചു? റൈബിന്റെ മുമ്പിൽ അല്ലില്ല, റൈബ് ഹു ഹും എന്നൊന്നും സംഭവം ചേർന്ന് വന്നിട്ടില്ല, അവസാനം ഫത്ഹാണ്. റൈബ് എന്ന ഏകവചനമാണ് ഉപയോഗിച്ചത്. അപ്പൊ 4 കാര്യങ്ങൾ: അല്ലില്ല, അവസാനം ഒന്നും ചേർന്ന് വന്നിട്ടില്ല, ഏകവചനമാണ്, അന്ത്യത്തിൽ ഫത്ഹാണ്. 4 കാര്യങ്ങൾ കേട്ടാ. 4 കാര്യം അറിയാലോ. വാരിസിനെ സലാസ അർബ, 4 എണ്ണം. ഓക്കെ, ഇതാണ് വർഗത്തെ നിഷേധിക്കുന്ന ല. ഓക്കെ, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഈ പറഞ്ഞ ഉദാഹരണങ്ങളുടെ ആശയം മനസ്സിലാക്കുക. അതിന്റെ വാക്കിന്റെ അർത്ഥം എന്തെങ്കിലും അറിയാതെ ഉണ്ടെങ്കിൽ പാഴം ഏലം പഠിച്ചിട്ടുണ്ടാകും എല്ലാവരും. അലിമ ഏലമിന്റെ കൽപ്പനയാണ് പാഴം, അതിനാൽ നീ അറിഞ്ഞുകൊള്ളുക. അറിയണം അല്ലാഹ് അല്ലാതെ ഇലാഹില്ല എന്ന്, കേട്ടാ. യു ഷുഡ് ഹാവ് നോളജ്. നിങ്ങൾ അറിയണം. എന്തറിയണം? അല്ലാഹ് അല്ലാതെ ഇലാഹില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ധമായിട്ട് കേട്ടാ പോരാ. നമ്മളാരും അല്ലാഹ് അല്ലാതെ ഇലാഹില്ല നമുക്ക് അറിയണം, സ്വന്തമായിട്ട് അറിവുണ്ടാകണം. അതിനാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നത്. ഖുർആൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ അല്ലാഹ് അല്ലാതെ ഇലാഹില്ല നമുക്ക് ബോധ്യം വരും. ആ ബോധ്യം ഉണ്ടാകണം എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ലാ ഇലാഹ എന്ന് പറഞ്ഞു. അന്നഹു എന്തെന്നാൽ, അന്നഹു എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ, എന്നാൽ നിശ്ചയമായും ഹു അവൻ എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ അതെന്നാണ്. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് ഒഴികെ ഇലാഹില്ല എന്നതാണ്. അല്ലാഹ് ഒഴികെ ഒരൊറ്റ ആരാധ്യനും ഇല്ല. അതേപോലെ രണ്ടാമത് പറഞ്ഞതിന്റെ അർത്ഥം എന്താ?
ഇലാഹുക്കും നിങ്ങളുടെ ആരാധ്യൻ ഇലാഹും വാഹിദ് ഒരൊറ്റ ആരാധ്യനാണ്. ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ ഒരൊറ്റ ആരാധ്യൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ സബ്മിറ്റ് ചെയ്യുന്ന, നമ്മുടെ മുന്നിൽ സമർപ്പിക്കുന്ന ഒരു പ്രധാന പോയിന്റാണ് അല്ലാഹ് അല്ലാതെ വേറെ ആരും ഇലാഹില്ല, ആരാധ്യനില്ല. ആ സംഗതി എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒരു 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 പോയിന്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു പോവുകയല്ല ഖുർആൻ ചെയ്യും. മറിച്ച് എന്താണ്, അത് കൃത്യമായി ബോധ്യപ്പെടത്തക്ക രീതിയിൽ പല സ്ഥലങ്ങളിലും പല രീതിയിലും എന്ത് ചെയ്തിട്ടുണ്ട്, സമർപ്പിച്ചിട്ടുണ്ട്. അതാണ് ഖുർആന്റെ പ്രത്യേകത. ഖുർആൻ ഏത് വിഷയമാണോ സമർപ്പിക്കുന്നത്, ആ സമർപ്പിക്കുന്ന വിഷയം അർത്ഥസംഖ്യയില്ലാത്ത വിധം പല രീതിയിലും പല പ്രസ്താവനയിലൂടെ പല തരത്തിലുള്ള പ്രസ്താവനയിലൂടെയും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആ തരത്തിലുള്ള ഉദാഹരണങ്ങളെല്ലാം എടുത്തിയത്. അള്ളാഹു നമ്മളോട് ഡയറക്റ്റ് അഡ്രസ് ചെയ്ത് പറയുന്നു, ഇലാഹുക്കും നിങ്ങളുടെ ആരാധ്യൻ ഇലാഹും വാഹിദുൻ ഒറ്റ ആരാധ്യന. ലാ ഇലാഹ ആരാധ്യനില്ല, ഇല്ലാഹുവ അവനല്ല. അവൻ അർ റഹ്മാനാണ്, അർ റഹീം പരമകാരുണികനും കരുണാനിധിയും. നമ്മൾ വേറെ ചില ദൈവങ്ങളെ മതങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിലെ ഏതെങ്കിലും ആൾക്കാരെ കുറിച്ചിട്ട് അത് കരുണാമയനാണെന്നൊക്കെ പറയും. പക്ഷെ അള്ളാഹ് കാരുണ്യനാണെന്ന് പറയാൻ നമുക്ക് ഇതുവല്ല. ശരിക്കും എന്താണ് അള്ളാഹ് സാഫിയുള്ള സംഗതി, അള്ളാഹ് ഏകനാണ് എന്ന് പറഞ്ഞതിന്റെ കൂടെ തന്നെ പറഞ്ഞു അവൻ കരുണാമയനാണ്. കരുണാമയനാണെന്ന് രണ്ട് രീതി പറഞ്ഞു. ഒന്ന്, എല്ലാവർക്കും കാരുണ്യം കൊടുക്കുന്നവനാണ്. രണ്ട്, ഈ ലോകത്ത് അള്ളാഹ് അനുസരിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് പ്രത്യേകം ബോണസും ആയിട്ടും കൊടുക്കും. അവർ ചെയ്ത് സൽക്കർമ്മങ്ങൾക്ക് തുല്യമായ പ്രതിഫലം കൊടുക്കും, അത് കൂടാതെ ബോണസ് ആയിട്ടും കൊടുക്കും. അതാണ് അർ റഹീം. ഹാൻഡ് റൈസ് ചെയ്ത ആൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ബുഷ്റ അഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് ഒരു ഡൗട്ട്, ഈ ക്ലാസ്സിൽ ഈ വർഗത്തെ നിഷേധിക്കാനുള്ള പഠിച്ച കാലം തൊട്ടേ ഉള്ള സംശയമാണ്. ഈ വർഗം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വർഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞുതരാം. നമ്മൾ കാറെന്ന് പറഞ്ഞു. കാറെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, ആ ഇനത്തിൽപ്പെട്ട എല്ലാത്തിനും ഉദ്ദേശിച്ചാണ് കാറിന് 4 പേരുണ്ടല്ലോ. കാറിന് 4 പേരുണ്ട്, ആ ഇനത്തിൽപ്പെട്ട എല്ലാം, അതാണ് വർഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇലാഹ് എന്ന് പറയുമ്പം ആരാധ്യനാകുന്ന വർഗം. അപ്പൊ ആരാധ്യൻ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ആരാധ്യ വർഗം എന്ന് പറയുമ്പോൾ അങ്ങനെ കുറെ സംഭവം ഉണ്ടോ എന്ന് നമ്മൾ വിചാരിക്കും. ഇപ്പൊ നമ്മൾ പള്ളിയിൽ ആരാധന നടക്കുന്നു, അവിടെ അതെ പള്ളിയിൽ ആരാധന നടക്കുന്നു, മസ്ജിദുകളിൽ ആരാധന നടക്കുന്നു, അതേപോലെ ചർച്ചുകളിൽ ആരാധന നടക്കുന്നു, അതേപോലെ അമ്പലങ്ങളിൽ ആരാധന നടക്കുന്നു. അവിടെയൊക്കെ എന്തുണ്ട്, ഇലാഹിന്റെ ഇനത്തിൽ പല സംഗതികളുണ്ട്. ഇലാഹിന്റെ ഇനത്തിൽ പല സംഗതികളുണ്ട്. അതുകൊണ്ടാണ് ഇലാഹിനെ നമ്മൾ പറയുമ്പോഴത്തേക്ക് വർഗത്തെ നിഷേധിക്കുന്നു എന്ന് പറയും. ഇലാഹിനെ കുറിച്ച് പറയുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു വിഷയം. അർ റജുലു എന്ന് പറഞ്ഞു, ലാ റജുല ഫിദ്ദാർ എന്ന് പറഞ്ഞു. ലാ റജുല ഫിദ്ദാർ എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പുരുഷവർഗത്തിൽപ്പെട്ട ഒരുത്തനും എവിടെയില്ല, വീട്ടിലില്ല എന്നാണ്. ഇലാഹ് മാറ്റിയിട്ട് വേറൊരു വാക്ക് പറഞ്ഞാൽ വർഗത്തെ ചെയ്യുന്നതിന്റെ പ്രശ്നം. അല്ല, ആയത്തെ കുറിച്ച് കഴിഞ്ഞ തൊട്ടടുത്ത ആയത്തില്ല ഇക്രാഹ എന്ന് പറയുന്നുണ്ടല്ലോ, ലാ ഇക്രാഹ ഫിദ്ദീൻ. ഒരൊറ്റ തരത്തിലുള്ള നിർബന്ധവും പാടില്ല. നിർബന്ധം അതും ഈ വർഗത്തിൽ ഈ ലായാണ് അതും അല്ലേ? ലായ. അവിടെ ഇക്രാഹിന് മുമ്പ് അല്ലില്ല, ഇക്രാഹിന്റെ ശേഷം ഒന്നും ചേർന്ന് വന്നിട്ടില്ല, അവസാനം ഫതഹാണ്. ഇക്രാഹ് ഏകോപനമാണ്. ഓക്കെ, ലാ താഖത്തലന അതും അത് തന്നെയല്ലേ? നമുക്ക് ഒരു കഴിവുമില്ല. ഇല്ല. ഓക്കെ, അതപ്പം ഞാൻ ഈ വർഗം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ ഒരു ഇസ്മ ആവണം, അല്ലാതെ ഒരു ഫെയില് വരുമ്പം ആ ലാ അങ്ങനെ ആവില്ല. ഇസ്മാകുമ്പോഴല്ലേ നമ്മൾ പഠിക്കും. ഈ രീതിയിൽ വരില്ല, അത് നാമമാണ്, ഏകവചനം നാമമാണ്. ഏകവചനമായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നാമത്തിനാണ് ഏകവചനമാണ്. ഏകവചനമായ നിങ്ങൾ ഈ ചോദിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം ഏകവചനമായ ഒരു നാമമായിരിക്കും നമ്മൾ ബഹുവചനം പഠിച്ചല്ലോ, അതുകൊണ്ടാ ചോദിച്ചത്. ഇതിൽ ഏകവചനം പഠിക്കുന്നെങ്കിലും നമ്മൾ ക്രിയയുടെ പറയുന്നത്, അതായത് അതിനകത്തുള്ള സർവനാമത്തെ ബേസ് ചെയ്തിട്ടാണ് ഏകവചനവും ദ്വിവചനവും ഒക്കെ ആയിട്ട് മാറുന്നത്. അതിനകത്തൊരു സർവനാമമുണ്ട്, ഹൂവ അതിനകത്തുണ്ടാവും. ഹൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹുമ്മുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഹുമ്മ അടിസ്ഥാനമാക്കിയാണ് അത് ബഹുവചനമാകുന്നത്.
അപ്പൊ ഹും എന്താണ്? നാമമാണ്, സർവനാമം. ഇനി ഏകവചനമായ നാമം എന്ന് പറഞ്ഞാൽ ഇത് പ്രശ്നം തീരും. നാമമാണ്, ഏകവചനമായ നാമം. ഓക്കെ, എനിക്കിവിടെ സൗണ്ട് ഇടയ്ക്ക് ബ്രേക്ക് ആയിരുന്നുണ്ടായിരുന്നു. ഏകവചനമായ നാമം നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടോ. ഇടയ്ക്ക് മുറിഞ്ഞു പോയി. നിങ്ങളെ നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും, വേറെ ആർക്കെങ്കിലും മുറിഞ്ഞു കഴിയുന്നില്ല ഞാൻ പറഞ്ഞു. അതെ അതെ, എനിക്ക് ഇടയ്ക്ക് ബ്രേക്ക് ആണ്. ഇവിടെ ഡാറ്റയാണിത്, വൈഫൈ കേടായിരുന്നു. ഞാൻ പറയുന്നത് വേറെ ആർക്കെങ്കിലും മുറിയുന്നുണ്ടോ? ഇല്ല ഇല്ല, സൗണ്ട് മുറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ കണക്ഷൻ മാറ്റേണ്ടി വരും. കണക്ഷൻ മാറ്റിയ ചെറിയൊരു ബ്രേക്ക് ആദ്യം. ഓക്കെ ഓക്കെ. ഇപ്പൊ ഞാനും എന്താണ് മൊബൈൽ ഡാറ്റയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് മാറ്റി കൊടുക്കാൻ പറഞ്ഞു. അതായത് മൊബൈൽ ഡാറ്റയിൽ നിന്നാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അതെല്ലാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുറിയുന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റി കൊടുക്കാം. വേറെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ സൗണ്ടില്? എന്റെ സൗണ്ടില്? ഇല്ല ഇല്ല. ഇല്ല സർ, നോർമൽ. ഓക്കെ, അപ്പൊ ആ സംശയം തീർന്നു. വർഗം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള സംഭവം തീർന്നു. ഓക്കെ, അത് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാന്നുള്ളത്. ഓക്കെ, ഇലാഹുക്കും ഇലാഹും വാഹിദൻ ലാ ഇലാഹ ഇല്ലാ ഹുവ റഹ്മാൻ റഹീം. പിന്നെന്ത് പറഞ്ഞു? അപ്പം നിങ്ങൾക്ക് ഒരു ഇലാഹ്, അവനല്ലാതെ ഒരു ഇലാഹും ഇല്ലാന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു ലാ ഇലാഹ ഇല്ല അന ഫത്തഖൂ, ഞാനല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന് അള്ളാഹ് സ്വന്തം വാക്കിലൂടെ പറയുന്നതായിട്ടും പറഞ്ഞു. ഓരോ ഉദാഹരണം, ഈ കൊടുത്തിരിക്കുന്ന ഓരോ ഉദാഹരണവും ആവശ്യമായ ഉദാഹരണങ്ങളാണ് കൊടുക്കുന്നത്. ആദ്യം പറഞ്ഞ് നമ്മളോട് അഡ്രസ് ചെയ്തുകൊണ്ട് അള്ളാഹ് പറയാണ് ഇലാഹുക്കും, എടോ നിങ്ങളുടെ ആരാധ്യൻ ഒറ്റ ആരാധ്യൻ മാത്രമാണെന്ന് പറഞ്ഞു. രണ്ടാമത് പറയുന്നു ഞാനല്ലാതെ നിങ്ങൾക്ക് ഒരു ആരാധ്യനില്ല. ഫത്തഖൂനി, എന്നെ എന്നാണ്, തഖൂനി എന്നാണ്, യായുണ്ട്, അത് യാ പോയത്. അപ്പൊ എന്താണ്? ഞാനല്ലാതെ നിങ്ങൾക്ക് ആരാധ്യനായ ഇനത്തിൽ വേറെ ഒന്നും തന്നെ ഇല്ല. ഈ താക്കത്തും ഇക്രാഹും ഒക്കെ പറയുന്നതിനപ്പുറം ഇലാഹിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. നമ്മൾ നേർച്ച കൊടുക്കുമ്പോ ഇലാഹിനെ ഒരു രീതിയിൽ ഇലാഹാക്കുകയാണ്. നമ്മൾ അവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ആരാധനയുടെ സംഭവം അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന് ഈ ഒറ്റ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ഭവ്യതയോടുകൂടി എവിടെയെങ്കിലും പോയി നിൽക്കുകയാണ്. ഭവ്യതയോടുകൂടി എവിടെയെങ്കിലും പോയി നിന്നാൽ അവിടെ എന്താണ്? ആ ഭവ്യത ഒരാളുടെ മുന്നിൽ കാണിക്കുമ്പോൾ എന്താണ്? അത് ആരാധനാഭാവമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല അള്ളാഹുവിന്റെ മുന്നിൽ അല്ലാതെ. നമ്മള് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ പൂവിട്ട് പൂജിക്കും നമ്മൾ പറയും. പൂവിട്ട് പൂജിക്കും, വെള്ളം കുടഞ്ഞൊക്കെ, വെള്ളം അവിടെ, അതൊക്കെ ആരാധനയുടെ ഭാവമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പാടില്ല. അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അള്ള പറഞ്ഞ രീതിയിൽ, റസൂൽ പഠിപ്പിച്ച രീതിയിലുള്ള ആരാധനകൾ മാത്രം ആ രീതിയിൽ മാത്രമേ ചെയ്യാവൂ. അങ്ങനെ നമ്മൾ ഉദാഹരണം എടുത്ത് നോക്കിയാൽ ചർച്ചിൽ നടക്കുന്നതും അമ്പലങ്ങളിൽ നടക്കുന്നതും അതേപോലെ എവിടെയൊക്കെ നടക്കുന്ന ആരാധന രീതിയുണ്ടോ അതെല്ലാം ആരാധനയുടെ ഭാവങ്ങളാണ്. മക്ബറകളിൽ നടക്കുന്ന ആരാധനകൾ, അതുപോലുള്ള പല സ്ഥലങ്ങളിൽ നടക്കുന്ന ആരാധനാ കേന്ദ്രങ്ങൾ, ആൾദൈവങ്ങളുടെ അടുക്കൽ നടക്കുന്ന ആരാധനകൾ, അങ്ങനെയുള്ള ഏതെല്ലാം ആരാധനകളുണ്ട് അതൊക്കെ വരുമ്പോഴത്തേക്ക് അതെല്ലാം ആരാധനയുടെ വർഗമായി. അങ്ങനെയുള്ള ഒന്നുമില്ല എന്ന് പഠിപ്പിക്കുന്ന ലാ ഇലാഹ എന്ന് പറയും. അതേപോലെ ഇപ്പൊ ആദ്യം പറഞ്ഞത് നമ്മളോട് പറയുന്ന ഒരു ഇലാഹുക്കും ഇലാഹും വാഹിദ് എന്ന് പറഞ്ഞു. രണ്ടാമത് അള്ളാഹുടെ വാക്കിൽ തന്നെ അന ഫത്തഖൂൻ എന്ന് പറഞ്ഞു. മൂന്നാമത് വനാദാ ഫിൽ ദുലുമാതി അൻ ലാ ഇലാഹ ഇല്ലാ അൻത. ഇത് ആരുടെ വാക്യങ്ങളാണ്? അള്ളാഹ് പറഞ്ഞത് ആരുടെ വാക്യങ്ങൾ ഉദ്ധരിക്കുകയാണ്? യൂനുസ് നബി അലൈഹി സ്വലാം മത്സ്യത്തിന്റെ വയറ്റിലായി. അന്നേരം യൂനുസ് നബി അലൈഹി സ്വലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ട എങ്ങനെയാണെന്ന് പറയുക. നാദാ ഫിൽ ദുലുമാതി, അദ്ദേഹം അന്ധകാരത്തിൽ വിളിച്ചു. ദുലുമാതി, അന്ധകാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മത്സ്യത്തിന്റെ വയറ്റിലാണ്, ആ മത്സ്യം കടലിന്റെ അടിയിലാണ്. അപ്പൊ അങ്ങനെ പല അന്ധകാരങ്ങളുടെയും അകത്താണ് അദ്ദേഹം അകപ്പെട്ടത്. കടലിന്റെ അടിയിലുള്ള മത്സ്യത്തിന്റെ വയറ്റിലാണ് അദ്ദേഹം ഉള്ളത്. അവിടെ വെച്ച് വിളിച്ചതാണ് ദുലുമാത് അല്ലാ ഇലാഹ, ആരാധ്യനായി അല്ല മാത്രമേ ഉള്ളൂ, ഇല്ല അൻത എന്ന് പറയും. അപ്പം ദാസൻ അള്ളയോട് പറയുകയാണ്
ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ഇലാഹമില്ല എന്ന് ദാസൻ പറഞ്ഞതായിട്ട് അള്ളയോട് പറഞ്ഞതായിട്ട് പറയിപ്പിക്കുക, പറഞ്ഞു തരികയാണ്. ആ ദാസൻ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു എന്നാണ്. ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, നീ പരിശുദ്ധനാണ്, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടു. ഇതാണ് യൂനുസ് നബി അലൈഹി സ്വലാം വിളിച്ചു പറഞ്ഞത്. ഇന്നഹും കാനു, അപ്പോ ആപത്ഘട്ടങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതും അള്ളയാണെന്നുള്ളത് മനസ്സിലായി. ഇന്നഹും കാനു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു. അപ്പൊ ഇതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുമ്പോൾ ശത്രുക്കൾക്കുണ്ടായിരുന്ന ഒരു വിറളി, അതും അള്ളാഹു ഖുർആനിൽ കാണിച്ചു തരും. ഇന്നഹും, ആ സത്യനിഷേധികൾ, കാനു, അവരെങ്ങനെയായിരുന്നു? ഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന് അവരോട് പറയപ്പെട്ടാൽ, യസ്തക്ബിറൂൻ, അവർ അഹംഭാവം നടിച്ചു പോകും. അപ്പൊ ഈ ഉദാഹരണം എന്തിനാ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കുണ്ടായിരുന്ന പ്രതികരണം എന്തായിരുന്നു? ഷിർക്കും കുഫ്റും ഒക്കെ ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ഭാവം എന്തായിരുന്നു? ഭാവമാറ്റം എന്ന് പറയാൻ വേണ്ടി. പിന്നെ വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറഞ്ഞു. ലാ ശരീക ലഹു എന്ന് പറഞ്ഞപ്പോ അവനല്ലാതെ, ഇതിന്റെ ആശയം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അവനല്ലാതെ, അവനെന്ത്? ലാ ശരീക ലഹു, അവന് പങ്കുകാരനില്ല, ഒരു പങ്കുകാരനും ഇല്ല. ഇനി ട്രാൻസ്ലേറ്റ് ചെയ്യാം കേട്ടോ. അവന് ഒരു പങ്കുകാരനും ഇല്ല, അല്ലെങ്കിൽ ഒരൊറ്റ പങ്കാളിയും ഇല്ല. ബിദാലിക ഉമിർത്തു, ഉമിർത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അമറ കൽപ്പിച്ചു, ഉമിറ കൽപ്പിക്കപ്പെട്ടു. ബിദാലിക ഉമിർത്തു, അതാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമത്തവനാണ്. ഞാൻ അവൻ സമർപ്പിക്കുന്നവരിൽ ഒന്നാമത്തവനാണ്. അവനാണ് അവൻ അള്ളാഹ്ക്ക് വേണ്ടിയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. അല്ലാതെ സമർപ്പിക്കുന്നത് ഷിർക്കായി പോകുമെന്നല്ല. ശരീക ലഹു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അവൻ ഒരു പങ്കാളിയുമില്ല. ബിദാലിക ഉമിർത്തു, അതാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ ഫസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന ആളാണ്. അല്ലാഹുമ്മ ലാ മാനിയ, അല്ലാഹുമ്മ യാ അല്ലാഹ്, അല്ലയോ അല്ലാഹ്, ലാ മാനിയ, തടയുന്നതായ ഇനത്തിൽപ്പെട്ട ഒരുത്തനും തന്നെ ഇല്ല. ലിമാ അഴ്തൈത, അടുത്താമ പഠിച്ചോണ്ടല്ലോ, ഇന്ന ആഴ്ത്തേനാ കേൾക്കാവത്ത. അപ്പൊ അഴ്തൈത നീ നൽകിയതിനെ തടയുന്നവനായ ഒരൊറ്റ ഒന്നും തന്നെയില്ല. നമ്മൾ വേറെ ഏതെങ്കിലും ഷേഖോ നമ്മളെ ഏതെങ്കിലും ഷേഖിനെ കുറ്റം പറഞ്ഞാല് ആ ഷേഖ് നമുക്ക് എന്തെങ്കിലും നമ്മളെ ശപിക്കുമെന്നോ നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത്. ആ ഷേഖിനെ നമ്മൾ അവമതിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കോപിക്കും. നമ്മൾ ഖുർആനും ഹദീസും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചനുസരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഒരു ഷേഖും നമുക്ക് നമ്മളടുത്ത് കോപിക്കില്ല. അതാണ് ഈ പറയുന്നത്. ലാ മാനിയ ലിമാ അഴ്തൈത, നീ നൽകിയതിനെ തടയുന്നവനായ ഒരൊറ്റ ഇനത്തിൽപ്പെട്ട ഒന്നും തന്നെ ഇല്ല. അപ്പൊ അത് ജീവനുള്ളതോ ജീവനില്ലാത്തതോ ഭൂത പ്രജാതികളോ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, നമുക്കൊരു തടസ്സം ഉണ്ടാക്കില്ല. ഇത് വിശ്വസിച്ചാലേ ഈമാൻ ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. ഇത് പഠിക്കാൻ സന്നദ്ധമായവൻ ബാക്കി ഖുർആൻ പഠിച്ചാൽ വാങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. കാരണം അള്ളാഹ് എളുപ്പമാക്കി തന്നതിനെ പ്രയാസപ്പെടുത്തുന്നതിനായി വേറെ ആരുമില്ല. ലാ മാനിയ ലിമാ അഴ്തൈത, ഇതിനെ തടയുന്നതിനായി ആരുമില്ല. വലാ മുഅ്തിയ, ലാ മുഅ്തിയ, മുഅ്തിൻ എന്നാണ് യുടെ ടേബിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. യുടെ ടേബിൾ പഠിച്ചിട്ടുണ്ടാവും. അതിന് കർത്താവിന്റെ രൂപം എങ്ങനെ വരും? മുഅ്തിൻ എന്ന് വരും. പിന്നെ ലാ വന്നാൽ അവിടെ അവസാനം ഫത്തഹിടാൻ വേണ്ടിയാണ് യാ കൊണ്ട് വെക്കുന്നത്. തിരിച്ച് യാ കൊണ്ട് തിരിച്ചു വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യണം? ഫത്തഹിടണം. ഫത്തഹിടാൻ നേരത്തെ മാത്രമേ യാ തിരിച്ചു വരുള്ളൂ. ലാ മുഅ്തിയ, വലാ മുഅ്തിയ, നൽകുന്നവനായി ഒരൊറ്റ ഒരുത്തനും ഇല്ല. ചില ആൾക്കാർ വന്നു പറയും, നിങ്ങൾക്ക് മക്കളില്ലേ, എന്നാ പിന്നെ ഇന്ന സ്ഥലത്ത് വെക്കുവോ, അവിടെ മക്കളുണ്ടാവും. അള്ളാഹ് തന്നില്ലെങ്കിൽ ഒരു മക്കളും എവിടെയൊന്നും ഉണ്ടാവില്ല. ലാ മുഅ്തിയ, നേരത്തെ പറഞ്ഞ ഇത് പറയാൻ പറ്റുമോ? ലാ കഴിഞ്ഞിട്ട് മുഅ്തിയയുടെ കൂടെ അല്ലില്ല, ശേഷം വേറെ ഒന്നും ചേർന്ന് വന്നിട്ടില്ല. ഏകവചനമാണ്. മുഅ്തിൻ എന്നാണ് ഏകവചനം. അത് യാ തിരിച്ചു വന്നിട്ടാണ് ഫത്തഹ കൊടുക്കുന്നത്. വലാ മുഅ്തിയ, നൽകുന്നവനായി ഒരൊറ്റ ഒരുത്തനും ഇല്ല.
ഒരു ഡോക്ടർ വിചാരിച്ചാലും നൽകാൻ പറ്റില്ല, അല്ലേ? എത്രയോ ഡോക്ടർ വിചാരിച്ച് നമ്മളിവിടെ അടുത്ത ബന്ധമുണ്ട്, എല്ലാ ഡോക്ടറുടെയും ഓരോ പ്രാവശ്യം എന്ത് ചെയ്യും, പ്രഗ്നന്റ് ആവും, പിന്നെ വീണ്ടും എന്താവും, നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇനി ഏത് ഡോക്ടർ വന്നിട്ട് ഈ സംവിധാനം ഉണ്ടെങ്കിൽ കൊടുക്കാൻ തരാൻ പറ്റില്ല. പക്ഷേ അള്ളാഹ് ഓരോന്നിനും ഒരു ക്രമം വെച്ചിട്ടുണ്ട്. ആ ക്രമം മനസ്സിലായതുപോലെ ചെയ്താൽ അള്ളാഹ് കൊടുക്കും. അത് പറയാം വരാൻ മുഴത്തി. അപ്പൊ അത് അവർക്ക് പ്രായവും എന്ന സംഭവം ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ പോയെങ്കിലേ നടക്കണമെന്നുമില്ല, ഹോസ്പിറ്റലിൽ പോകാതെ നടക്കും. എത്രയോ വയസ്സായപ്പോഴത്തേക്ക് അവർക്ക് എന്താ പറയാ, മെൻസസ് ഒക്കെ നിന്നതിന് ശേഷം പിന്നെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മെഡിസിൻ, രാസമരുന്നുകളോ ഒന്നും ചെയ്തിട്ടില്ല, ഒരു മരുന്നും ചെയ്തിട്ടില്ല. സ്പർശനം അല്ലെങ്കിൽ സൂചി പോലുള്ള അക്യുപഞ്ചർ ചികിത്സയാണ് ചെയ്തത്. ചെയ്തിട്ട് അവരെന്തായി, പിന്നീട് അവർക്ക് വീണ്ടും മെൻസസ് വന്നു, പിന്നെ എന്തായി, പ്രഗ്നന്റ് ആയിട്ട് എന്തായി, ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് പ്രസവിച്ചത്? നോർമലായി വീട്ടിൽ നിന്ന് പ്രസവിച്ചു. അങ്ങനെയൊക്കെ നടക്കും. അപ്പം അതെന്താണ്, അള്ളാഹ് വിചാരിച്ചാണ്. എല്ലാം മുഴത്തിയ നൽകുന്നവനായി ഒരുത്തനും തന്നെ ഇല്ല. ലിമാ മനച്ച അള്ളാഹ് തടഞ്ഞിരുന്നു, നീ തടഞ്ഞു. ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ കറക്റ്റ് ഇത് ഫിലോസഫി മനസ്സിലാക്കാൻ പറ്റും. ഈ വർഗ നിഷേധം ലാ പഠിച്ചാൽ ഇത് വായിച്ചിട്ട് നിങ്ങൾ നേരത്തെ സൗകര്യം ചോദിച്ചില്ലേ, എല്ലാ സ്ഥലത്തും ലാ ഇക്റാഹ, പിന്നെന്താ പറഞ്ഞു, ലാ താഖതലന ഒക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഇതാദ്യം അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. വായിച്ചു നോക്കുമ്പോഴത്തേക്ക് ഖുർആൻ ആദ്യന്തരമുള്ള കാര്യങ്ങൾ വന്നത് ഇത് പഠിച്ചാൽ കറക്റ്റായിട്ട് എന്താണ് വർഗ നിഷേധിക്കുന്ന ലായെന്നും എന്താണ് ഇസ്ലാമിക ഫിലോസഫി എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ജാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, നമ്മൾ പറഞ്ഞു ജാലിക്കൽ കിതാബ്, ഈ ഗ്രന്ഥം എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ജാലിക്കൽ അർത്ഥം എന്താ? അത് അപ്പൊ ജാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥം എന്നാണ് അർത്ഥം. ഈ ഗ്രന്ഥം നല്ല അർത്ഥം കേട്ടോ. ഇനി ആരും ഈ ഗ്രന്ഥം എന്ന് പറഞ്ഞു പോയത്, അള്ളാഹ് പറഞ്ഞത് ജാലിക്കൽ കിതാബ് എന്ന്, ആ ഗ്രന്ഥം. എന്തുകൊണ്ട് ജാലിക്ക പറഞ്ഞു എന്ന് ചോദിച്ചാൽ, പണ്ഡിതന്മാർ അതിന് വ്യക്തമായ അറബി തഫ്സീറൊക്കെ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ജാലിക്ക എന്ന് പറഞ്ഞാൽ അകലെയുള്ളതിനെ കുറിച്ചാണ് ജാലിക്ക എന്ന് പറഞ്ഞത്. അപ്പൊ ജാലിക്ക എന്ന് പറയാൻ കാരണം, അള്ളാഹ് നിങ്ങൾക്കൊരു ഹിദായത്ത് തരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദ്രിസ്സാത്ത് മുസ്തഖീം എന്ന് പറഞ്ഞില്ലേ. അപ്പം നിങ്ങൾക്ക് ഹിദായത്ത് തരും, ജാലിക്കൽ കിതാബ്, ആ കിതാബാണിത്, ആ കിതാബാണ് ഇത്, ജാലിക്കൽ കിതാബ്, ആ കിതാബാണ് ഇത്. അല്ലെങ്കിൽ രണ്ടാമത്തെ വിശദീകരണം, മലയാളം തഫ്സീർ ഒന്നും കാണില്ല, നമ്മൾ അറിവ് പഠിച്ചിട്ട് അറബി തഫ്സീർ വായിക്കും. അറിവ് പഠിച്ചിട്ട് അറബി തഫ്സീർ വായിച്ചാൽ ഈ സംഗതികൾ കിട്ടും. അപ്പൊ നമ്മൾ കിണറ്റിനകത്ത് കിടക്കുകയാണ്, അറിവ് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് കിണറിന്റെ പുറത്തെത്തും. അപ്പൊ നമുക്ക് ഭയങ്കര സംഭവമാണ് ഇസ്ലാം എന്ന് മനസ്സിലാവും. ഖുർആൻ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാണെന്ന് മനസ്സിലാവും. ഇവിടെ മലയാളികൾ പറഞ്ഞിട്ടിരിക്കുന്നത് നല്ല ഖുർആനിൽ മനസ്സിലാക്കാറുണ്ട്. അവർക്ക് ആകെ കുറച്ച് കാര്യങ്ങൾ പരസ്പരം തർക്കിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞത്. അതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, അറിവ് പഠിച്ചത് വായിക്കാം. അപ്പൊ ജാലിക്കാന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താ? ഖുർആൻ എവിടെയുള്ളത്? ഖുർആൻ എവിടെയുണ്ട്? നിങ്ങളുടെ ഷെൽഫിലുണ്ടാ ഖുർആൻ? നിങ്ങളുടെ ഷെൽഫിലുള്ള എന്താണ്? അത് മുസ്ഹഫ്, ഏടാക്കപ്പെട്ടതാണ്. പ്രിന്റഡ് വെർഷൻ ആണ് നമ്മുടെ മുസ്ഹഫിലുള്ളത്, നമ്മുടെ ഷെൽഫിലുള്ളത്. ഖുർആൻ നമ്മളെ ഹൃദയത്തിലുണ്ട്, ഹൃദയത്തിൽ ഖുർആനുണ്ട്. പേപ്പറിൽ എഴുതപ്പെട്ടത് എന്താണ്? അത് ഏടാക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ആരും ചവിട്ടിയാലും ഖുർആൻ ഒന്നും സംഭവിക്കാൻ പോകില്ല. ഖുർആൻ അവിടെ ഇരിക്കുകയാണ്, ലൗഹുൽ മഹ്ഫൂദിലാണ്. ആ ലൗഹുൽ മഹ്ഫൂദിൽ അകലെയാണ് എന്ന അടിസ്ഥാനത്തിലാണ് ജാലിക്ക പറയാൻ കാരണം. മൂന്നാമത്തെ കാരണം, ജാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥം എന്ന് പറയാൻ കാരണം, അതിന്റെ തത്വങ്ങളെല്ലാം എന്താണ്? വളരെ ഹയ്യസ്റ്റ് തത്വങ്ങളാണ്, വളരെ ഉന്നതമായ തത്വങ്ങളാണ് അതിലുള്ളത്. ജാലിക്കൽ ആ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഉന്നതമായ സിദ്ധാന്തങ്ങളും തിയറികളും കാര്യങ്ങളും പോയിന്റുകളുമാണ് അതിലുള്ളത്. എന്നാണ് ജാലിക്കൽ കിതാബ്. എന്തായാലും ലാ റൈബ ഫീഹി, അതിൽ സംശയത്തിന്റെ ഒന്നും തന്നെയില്ല. ഹുദൻ ലിൽ മുത്തഖീൻ, അത്
മുത്തക്കികൾക്ക് മാർഗദർശനമാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇടുക. ഇനി ആർക്കും ഒരു സംശയവും ബാക്കി വയ്ക്കാൻ പാടില്ല. നമ്മൾ അടുത്ത പ്രാവശ്യം ഒരു 9:30 നിർത്തും കേട്ടോ. ഇന്നത്തെ കൂടിപ്പോയെന്നേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം വരെ ഒരുപാട് ഇതൊന്നുമില്ല. ഇപ്പൊ ഈ തൗഹീദ് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത ഇളാമത്താണ് പഠിക്കാൻ പോകുന്നത്. ഈ ദുറൂസ് ലോകത്ത് പഠിച്ച ആൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ വർഗത്തെ വിഷയത്തിൽ എല്ലാം പഠിച്ചിട്ടുണ്ടോ? പോയ ആള് മദീന അറബിക്ക് പഠിച്ച ആള്? അതെ അതെ, ഈ രീതിയിലല്ല പഠിച്ചത്. ഇപ്പം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ മനസ്സിലായാല്? ഓ, മനസ്സിലായി മനസ്സിലായി. ഒരു കുറച്ചുകൂടെ ഡീപ്പായി കുറച്ചും കൂടി മനസ്സിലായോ? അല്ല, ഡീപ്പായിട്ട് മനസ്സിലായി. കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലായി. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. ഒരുപാട് കാര്യം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ربنا ആമീൻ. آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം.